വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു ഈച്ച ഇല്ലാണ്ട് നീ വൈറ്റിലെ ജംഗ്ഷൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പയ്യനുണ്ട്, അത്ര അവനൊരു 3-4 വയസ്സുണ്ട്. ആരവന്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചാൽ ടൺകണക്കിന് ഫണ്ട് മൈ നെയിം ഈസ് ഗദ്ദാഫി. എനിക്ക് എന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു മനുഷ്യന്റെ ആവശ്യമില്ല. ആങ്കേഴ്സിന്റെ സെലിബ്രിറ്റി ഇന്റർവ്യൂവേഴ്സിന്റെ ബിഹൈൻഡ് ദ ക്യാമറ സ്റ്റോറീസ് ഒന്നും നമ്മൾ അറിയാറില്ല. സോ വെൽക്കം ടു ബിയോണ്ട് ദ മൈക്ക്. ടുഡേ വി ഹാവ് ആർജെ ഗദ്ദാഫി ആൻഡ് ആർജെ മഞ്ജു. 6 റൗണ്ട് ക്ലിയർ ചെയ്ത് ഞാൻ ആർജെ. അത് വീട്ടിൽ ചെന്നാൽ ആദ്യം എൻ്റെ അമ്മോടാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ അമ്മേനോട് പറഞ്ഞത് നിനക്കത് അങ്ങനെ തന്നെ വേണം, ഞാൻ എല്ലാ ദിവസവും റേഡിയോ വെക്കുമ്പോൾ വന്ന് ഓഫ് ചെയ്യുന്നതാണ് നീ. ബേസിക്കലി ചെറുപ്പം തൊട്ട് കുറച്ച് ആക്ടർ ആവാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞപ്പോ ആൾക്കാരത് വേണ്ടെന്ന്. ഒരു മിനിറ്റിൽ 50 സെക്കൻഡ് ചിരി. ഒരു ഷാർജാം ഒരെണ്ണം ഞാൻ ചെയ്തു. ഇയാളുടെ ദുൽഖർ ചെയ്ത പോലെ അത് ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ജുവിനെ പരിചയമുള്ള ആരും മഞ്ജു ഇൻട്രോവേർട്ടാണെന്ന് പറയില്ല, ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ എനിക്കൊക്കെ അങ്ങനെയൊക്കെ വഴക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു പാട്ട് ഇടാൻ പറയാ എന്താ ചാടാ, കുളിക്കാതെ ബ്രഷ് ചെയ്യാതെ എത്ര ഷോ ചെയ്താകുന്നു. ഡീപ്പിട്ട് കേൾപ്പിക്കേണ്ട ചീത്ത. സത്യം പറയാം, നിനക്ക് അവനുമായിട്ട് എന്താ ബന്ധം? എന്താ നിങ്ങളുടെ വർത്താനം കേട്ടറിയാലോ. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അവരുടെ വീട്ടിലൊരാളെ പോലെ നമ്മൾ വന്ന് കയറി ഇറങ്ങി പോവുക. അപ്പൊ അവരുടെ വീട്ടിലുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയുള്ളൊരു ഫീല. ഒരു റേഡിയോ ജോക്കിനെ ഞങ്ങൾ പറയാറുണ്ട്, റേഡിയോ ജോക്കിയുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജ് ഓവർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് PSC എഴുതാം. കാരണം ഒരു ദിവസം ഞങ്ങൾ മിനിമം 5 പത്രം വായിക്കും. 5 പത്രം ഏറ്റവും മിനിമം. ഇൻട്രോ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അരി വെറുക്കും. ഞാൻ മറ്റേ തോന്നക്കൽ പഞ്ചായത്തിലെ ആ ലൈനാണ്. ബൈക്ക് ഓടിച്ച് പോകുമ്പോ ഞാൻ എന്നോട് എന്നെ വർത്താനം ചോദിക്കുന്നത്. അമ്മ അസോസിയേഷൻ ഇല്ലേ, അമ്മ അസോസിയേഷനിൽ നിന്ന് എനിക്ക് അവിടെ ജനറൽ ബോഡിയിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നു. ആക്ടർ വിളിച്ചിട്ട് പറയാം, ഗദ്ദാഫി നമുക്ക് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാ കുട്ടി പൊട്ടത്തിന് പറയുന്നത്. നമ്മൾ എപ്പോഴും ആക്ടേഴ്സിൻ്റെ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് അവരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ട്, അറിയാറുണ്ട്. പക്ഷെ ആങ്കേഴ്സിൻ്റെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ സ്റ്റോറീസ് ഒന്നും നമ്മൾ അറിയാറില്ല. സോ വെൽക്കം ടു ബിയോണ്ട് ദ മൈക്ക്. ടുഡേ വി ഹാവ് ആർജെ ഗദ്ദാഫി ആൻഡ് ആർജെ മഞ്ജു. ശരിക്കും വയ്യ. അപ്പൊ നമുക്ക് വേണ്ടി തന്നെ കൈയടിക്കാം അല്ലേ? നമുക്ക് ഇന്ന് ആങ്കേഴ്സിന്റെ പോഡ്കാസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ആങ്കേഴ്സ് ഒന്ന് ഒത്തുകൂടി ആങ്കേഴ്സിനെ പറ്റി സംസാരിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഗദ്ദാഫിനെ തന്നെ ഇന്റർവ്യൂ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു മനുഷ്യന്റെ ആവശ്യമില്ല, ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. എനിക്ക് ഞാൻ തന്നെ മതി എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ RJs ആണ്, നിങ്ങൾ രണ്ടുപേരും RJs ആണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നത് വെച്ച് തുടങ്ങാം. സോ ഫസ്റ്റ് ഗദ്ദാഫി. അതെ, ഗദ്ദാഫിയുടെ സീനിയർ ആണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയാണ് ഗദ്ദാഫിനെ RJ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ടോപ്പിക്സ് ഒക്കെ പഠിപ്പിച്ചു തന്നതും എന്നെ മറ്റേ സംഭവം ഉണ്ടായിരുന്നല്ലോ, അവളുടെ ഫ്രണ്ടില് മറ്റേ RJ ചെയ്തോണ്ടിരുന്ന സമയത്ത് അയ്യോ എന്തായിരുന്നു മറ്റേ സുനില്ലേ? നീ ചോദിക്കുമ്പോ എനിക്കത് ഓർമ്മ വരില്ല. ഞാൻ ചോദിച്ചാൽ മതിയോ? അത് ചോദിച്ച ഓട്ടോമാറ്റിക് ആയിട്ട് വന്നേനെ, പക്ഷെ അത് ചോദിച്ചപ്പോ എനിക്ക് കിട്ടുന്നില്ല. എന്നെ അതൊക്കെ പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ് കൂടുതലും. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളതും കുറച്ച് എന്താ സ്വാതന്ത്ര്യം ഉള്ള ഒക്കെ ആൾ ഇയാളായിരുന്നു സീനിയേഴ്സില്. ഇയാളായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ആ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് മഞ്ജു ചേച്ചിനോട് ആദ്യം ചോദിക്കാം. സോ മഞ്ജു ചേച്ചി, എങ്ങനെയാണ് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തത്? അയ്യോ, ഞാനൊരു ആക്സിഡന്റിൽ RJ ആണോ. ഞാൻ പോയോ ചളി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകട്ടോ, ഞാൻ സത്യമായിട്ട് ഞാൻ പോകും. 2 ചളിയുടെ അടിച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, ആക്സിഡന്റിൽ RJ എന്ന് പറയാം. കാരണം എനിക്ക് RJ ആവാനോ VJ ആവാനോ ഒന്നും പ്ലാനില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു MNC-യിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ നമ്മൾ MNC ഇപ്പോൾ വർക്കിംഗ് വിത്ത് MNC അല്ലേ, അപ്പോൾ അറിയണ്ടാവുമല്ലോ നമ്മുടെ ഈ സ്വഭാവം വെച്ചിട്ട് അവിടെ നമ്മുടെ വർക്ക് നടക്കാതിരിക്കില്ല, വർക്ക് നടക്കും. പക്ഷെ ക്വാർട്ടർലി മീറ്റിംഗ്സിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ട് കുറേ കംപ്ലൈൻറ്റ് വരും. അത് ഒന്ന് ഒച്ചത്തിൽ പാട്ട് പാടുന്നു, ബാക്കിയുള്ളവരെ കൂടി പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഓഫീസിലിരുന്ന് എല്ലാവരുടെ അടുത്തും പോയി വർത്താനം പറയുന്നു. പിന്നെന്താ, ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു. അക്കൗണ്ട്സിലെ ആൾക്കാരെയൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെ അതായത് നമ്മുടെ വർക്ക് റിലേറ്റഡ് അല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡെക്കോറും റിലേറ്റഡ് കുറേ കംപ്ലൈൻറ്റ് വരുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ, ആക്ച്വലി ഐ എം ഇൻ ദ റോങ് പ്ലേസ്. കാരണം എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നം. പിന്നെ വർത്താനം പറയാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡിപ്രഷനൊക്കെ വന്നല്ലോ, ഞാനിങ്ങനെ ഭയങ്കര സങ്കടത്തിലൊക്കെ ആവും. അപ്പം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതിങ്ങനെ റോങ് പ്ലേസിലാണെന്നറിയാം, പക്ഷേ റൈറ്റ് പ്ലേസ് ചെയ്താണെന്നറിയില്ല.
അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ക്ലയൻ്റാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിക്കുമ്പോൾ പറയുന്നത് ക്വാർട്ടറിൻ്റെ സമയം കേട്ടോ, അത് ഓർഡറിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കും. ഇപ്പം ഞാൻ ആപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഐഫോൺ, മാക്, ഇതൊക്കെ ഡീൽ ചെയ്യുന്ന നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു ക്ലയൻ്റാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മഞ്ജു മാതൃഭൂമി പത്രത്തിൽ ഒരു RJ ഹണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പോണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെയെന്ന്. അപ്പോൾ ഞാൻ വെച്ചിട്ട് പോയിനോതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലെങ്കിൽ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തോന്നി RJ ഹണ്ട് നോക്കണോ എന്ന് പറഞ്ഞ് പത്രം എടുത്ത് നോക്കി. പത്രം എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ, പത്രത്തിൽ ഈ RJ ഹണ്ട് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം എൻ്റെ ജീവിതത്തിലെ മറ്റേ എന്തിനും മോട്ടിവേഷൻ നൽകി കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയില്ലേ, എനിക്കതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, വാടോ നമുക്ക് പോവാം, ഞാനുണ്ടല്ലോ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ASMൻ്റെ അടുത്ത് ചെന്നിട്ട് സെയിൽസ് മാനേജറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഹാഫ് ഡേ ലീവ് തരുമോ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് മാരീഡാണേ. അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് വയറ്റിലേക്കൊക്കെ ഇങ്ങനെ നോക്കി, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം അതൊന്നുമല്ല, ഞാൻ വന്നിട്ട് പറയാം എന്താ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പറയുകയും ചെയ്തു, കാര്യം ഞാനിപ്പോൾ പറയില്ല, കളിയാക്കുമെന്ന് എനിക്ക് പേടി, വന്നിട്ട് പറയാം. അപ്പോഴാണ് ഈ പുള്ളിക്ക് ഡൗട്ടായിട്ട് വയറ്റിലേക്കൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതല്ല, പക്ഷേ ഞാൻ വന്നിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. ചെന്നപ്പോൾ ഒരു 10,000 പിള്ളേർ, അതെല്ലാം ഭയങ്കര യങ് ആയിട്ടൊരു 18, 22, 23 ഇടയിൽ നിൽക്കുന്ന കുട്ടികളാണ്. ഒരു 10,000 കുട്ടികൾ മാതൃഭൂമിയിലെ കലൂർ ഓഫീസിൻ്റെ മുകളിൽ ക്യൂ ആണ്. അപ്പം ഞാൻ ചെല്ലുന്നേ ലേറ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ ലൂസ് മോഷൻ പിടിക്കുന്ന പോലെ വയറൊക്കെ വേനെടുക്കുന്നു, ടെൻഷൻ അടിച്ചിട്ട്. പക്ഷേ RJ ഹണ്ട് കഴിഞ്ഞു, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ലബ് FM-ലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ റേഡിയോ കേൾക്കാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ക്ലബ് FM-ൻ്റെ ടാഗ്ലൈൻ എന്താണെന്നോ, ക്ലബ് FM മാതൃ, ഇതൊന്നും അറിയില്ല. പക്ഷെ അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും മറ്റേ RJ ആവാൻ വേണ്ടി കുറേ വർഷങ്ങളായി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പം ഇവർ ഭീകര വർത്തമാനം, വെൽക്കം ടു ക്ലബ് FM എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാൻ എന്താ പറയുക, അപ്പോൾ മഞ്ജു എന്തെങ്കിലും പറഞ്ഞോളൂ, റേഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞോളൂ. ഞാനപ്പോൾ ഇത് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് സംഭവിച്ച കാര്യങ്ങൾ, വണ്ടിയിലിരുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം, തൊട്ടപ്പുറത്ത് കല്ലൂർപ്പള്ളിയാണല്ലോ, കല്ലൂർപ്പള്ളിയുടെ ടോയ്ലറ്റിലൊക്കെ പോയിരുന്നു ഞാൻ പേടിച്ചിട്ട്, അത്ര ടെൻഷനായിരുന്നു. പക്ഷെ RJ ഹണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന 6 റൗണ്ട് ക്ലിയർ ചെയ്ത് ഞാൻ RJ ആയി. 6 റൗണ്ട്. അത് അന്നത്തെ ദിവസം 3 റൗണ്ട്, പിന്നെ ഒരു 3 റൗണ്ടും കൂടി ഉണ്ടായിരുന്നു. ആ റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 പേര് ആ ടൈമിൽ ക്ലബ് FM-ൽ സെലക്ട് ആയി. അത് വീട്ടിൽ ചെന്ന് ആദ്യം എൻ്റെ അമ്മോടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞത്, നിനക്കത് അങ്ങനെ തന്നെ വേണം, ഞാൻ എല്ലാ ദിവസവും റേഡിയോ വയ്ക്കുമ്പോൾ വന്ന് ഓഫ് ചെയ്യുന്നവളാണ് നീ അവിടെ തന്നെ പണിയെടുക്കണം. അങ്ങനെ RJ ആയതാണ്. VJ ആയതും അങ്ങനെ തന്നെയാണ്. RJ ആയിട്ടാണ് കരിയർ തുടങ്ങുന്നത്. ഇൻ്റർവ്യൂ എടുത്ത്, അത് ഒരു ഇൻ്റർവ്യൂ, ദുൽഖറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം വൈറലായപ്പോൾ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ, എന്നാ വൈ നോട്ട്, ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ്. അല്ലാണ്ട് ഇതൊന്നും എൻ്റെ പ്ലാനിലുള്ളതല്ല. അതെ, എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നെയും ഇതുപോലെ വിനോദ് എന്ന് പറഞ്ഞ എൻ്റെ ഓഫീസിലുള്ള ഒരാളാണ്. ഈ വിനോദ് തന്നെയാണ് എന്നെ വിളിച്ചിട്ടും ആദ്യമായിട്ടൊരു ഇന്റർവ്യൂയിലേക്ക് വരുന്നതും ഞാനും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതും ഒരു RJ VJ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമുള്ള കാര്യമാണ്. അതെ, പക്ഷെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നില്ലേ മഞ്ജു ചേച്ചി? ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചുള്ളൂ, താൻ റേഡിയോ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഞാൻ ആ ഓഫീസിൽ പോകുന്ന ഫീല്, അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാളും ഞാൻ ആ ജോലി മിസ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട്. ബിക്കോസ് ഐ ലവ് ടു ടോക്ക്. അപ്പോൾ എനിക്കിങ്ങനെ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നപ്പോൾ, നമ്മൾ സിനിമ കാണുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും സാധനം, ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടായ സാധനമൊക്കെ എനിക്കിങ്ങനെ ആളുകളോട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. റേഡിയോ അതിനൊരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം. അതായത് അപ്പുറത്തെ സൈഡിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറേ മനുഷ്യന്മാരുണ്ട്, പക്ഷെ ഇവരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഇതാരാണ്, ഇവരെന്താ വിചാരിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇവരോട് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര രസമുള്ള ഫീലാണ്. പിന്നെ ഇവർ തിരിച്ചു വിളിക്കും. ഇതിപ്പോൾ ഇപ്പോഴും ജോലി നിർത്തിയെങ്കിലും ഞാൻ ആ ജോലി മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ജോലിയായിട്ട് അത് കൊണ്ടുപോകുന്ന നമ്മളെല്ലാം ആ കംഫർട്ട് സോണിൽ ഇരുന്ന് അങ്ങ് മുരടിച്ചു പോയാലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെയാണോ മിസ്റ്റർ ഗദ്ദാഫി? എനിക്ക് വിളിക്കാനൊരു വിനോദം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ബേസിക്കലി ചെറുപ്പം തൊട്ട് കുറച്ച് ആക്ടർ ആവാനായിരുന്നു ഇല്ല. അത് ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കൊരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് കുറെ. ഞാൻ ശരിയാവോ, ഞാൻ ചെയ്ത ഇപ്പോഴും ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാലും ഞാൻ ആക്ടർ ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ പോലും എനിക്ക് മടിയാണ്. ഞാൻ എൻ്റെ ആഗ്രഹമല്ല എന്ന് പറയാറുള്ളൂ ബേസിക്കലി. പക്ഷെ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അത് ഞാനങ്ങനെ എനിക്കങ്ങനെ സിനിമയിലോട്ടൊക്കെ പോകണം, അഭിനയിക്കണം, അങ്ങനെ 4 ആൾ അറിയണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു പണ്ട്.
അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. 2 ഷോർട്ട് ഫിലിം അഭിനയിച്ചു. 2 ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ തട്ടക അതല്ല എനിക്ക് ആ അഭിനയിക്കാനുള്ള കഴിവല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ മറ്റേ മോണാക്ട് ഒക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ മോണാക്ടൊക്കെ ഞാൻ സൂപ്പർ ആയിരുന്നു. ഡ്രാമ ഗദ്ദാഫി മാത്രമല്ലോ, നമ്മള് പറഞ്ഞ ശരിയാവില്ല. ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം, താഴത്തെ ടാഗ്. എഫ്രമിലായിരുന്ന സമയത്തൊക്കെ ഇവര് പ്ലേ ചെയ്ത് തന്നെ എനിക്ക് ഓർമ്മയില്ല. അതൊക്കെയാണ് എന്നെ പിന്നെ എന്റെ ഇൻസെക്യൂരിറ്റീസ് കൂട്ടിയത് ആസ് എൻ ആക്ടർ. അപ്പൊ ഇവരൊക്കെ ഫുള്ള് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതോടെ ഞാൻ അവിടെ വലിച്ചെറിഞ്ഞതാണ് ആ ചിലങ്ക. അപ്പൊ എനിക്ക് അറിയായിരുന്നു അപ്പൊ ആക്ടിങ് അല്ല, അപ്പൊ പിന്നെ എന്താ ക്രിയേറ്റീവ് ഫീൽഡിൽ അപ്പൊ എന്റെ സ്പേസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 24 ഒരു സാറ് വന്നിട്ട് പറയുന്നത്, ഗദ്ദാഫി ക്ലബ് ഓഫ് എമ്മിൻ്റെ ഒരു ഓൾ കേരള RJ ഹണ്ട് നടക്കുന്നുണ്ട്, തനിക്ക് എന്തുകൊണ്ട് പോയിട്ട് പങ്കെടുത്തുകൂടാ, നല്ലതായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ സാറേ എനിക്കറിയില്ല ഈ RJs എങ്ങനെയാണ് എന്താ. ഞാനൊരു നാട്ടുമ്പുറത്തുനിന്ന് വന്ന ആളാണ്. അവിടെ നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് പോലും നമുക്കറിയാത്തൊരു സമയത്താണ് ഇവർ RJ ഹണ്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ ചുമ്മാ പോയി നോക്കാം എന്ന് കരുതിയിട്ട് പോയി നോക്കുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ മാതൃഭൂമിയുടെ ഓഫീസിൽ എന്ന് പറയുന്നത് ഒരു പൂരപ്പറമ്പിലുള്ള ആൾക്കാരുണ്ട്, കുറേയധികം ആൾക്കാർ. നമ്മൾ അന്നൊക്കെ നമ്മൾ ഭയങ്കര വലിയ ഫാമിലിയിൽ നിന്നൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാധാരണ ഡ്രസ്സ് ഇട്ട് വരുന്ന സമയത്ത് അവിടെ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സെറ്റായിട്ടുള്ള ആൾക്കാർ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ എൻ്റെ മറ്റേ പകുതി കോൺഫിഡൻസ് പോയി. അപ്പോൾ പിന്നെ എന്താ സംസാരിക്കാൻ. അപ്പോൾ അവരന്ന് ഞാൻ ചെന്നിരുന്ന സമയത്ത് എന്നോട് സാർ പറഞ്ഞത്, അവരൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്കാരാണ്, എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത്. എനിക്കൊരു സാധനം അറിയില്ല, ഞാൻ ഒന്ന് പഠിച്ച ABCD അല്ലാതെ എനിക്കൊരു സാധനം മനസ്സിൽ ഓർമ്മ വന്നത്. അപ്പോൾ സാർ ഗദ്ദാഫിക്ക് എന്താ ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നത്, ഈ മൊമെൻറ്റിൽ അത് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ എന്തോ ഞാനൊന്ന് സംസാരിച്ച അമ്മേനെ പറ്റി ഞാൻ തോന്നുന്നു. അമ്മ പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അമ്മനെ പറ്റി ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ട് സംസാരിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ തല്ല് കൂടിയിട്ടുള്ള ആൾ അമ്മ അത് എന്നൊക്കെ പറഞ്ഞ് ഞാനെന്തോ സാധനം പറഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കര ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഞാനൊരു സെൻറ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ചിരി ഉണ്ടാവും. അത് തന്നെ ഇവരെന്നെ കുറേ കളിയാക്കിയിട്ടുണ്ട് റേഡിയോയിലായിരുന്ന സമയത്ത്. വേറൊരു സാധനം കൂടെ ഉണ്ട്, നമുക്ക് ഒന്നും കിട്ടാത്തായിരുന്ന സമയത്ത് ഞാൻ ചിരിക്കുക, ആ ചിരിയുടെ ഇടയിൽ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുമ്പോൾ ഞാൻ 10 വരെ ഓക്കെ നെക്സ്റ്റ് 1 മിനിറ്റിൽ 50 സെക്കൻഡ് ചിരി. ഇനി എന്ത് പറയണെന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. മറ്റേ അൽബർദീപിലെ മറ്റേ ആളുടെ ചിരിയില്ലേ, ആള് ചിരിയാവുന്ന എല്ലാവരും എന്നെ കളിയാക്കും. പക്ഷെ ആ ചിരിയിലാണ് ഞാൻ ഹിറ്റായത്. അപമാനിക്കാനാണ് ഞാനിപ്പോൾ ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അവിടെ ഒരു അന്നത്തെ ദിവസം തന്നെ ഒരു 4 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 1ഉം 2ഉം റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞ് അങ്ങനെ വലതുകാലം വെച്ച് FM-ലേക്ക് കയറി. ക്ലബ് FM നിന്നാണ് പിന്നെ കരിയർ തുടങ്ങുന്നത്. അവിടെ നമ്മളെ പ്രോഗ്രാമിംഗ് ഹെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളില്ലാതെ വന്നൊരു സമയത്ത് ഞാനാണ് അവിടുത്തെ ഒരു ഷാർജാം ഒരെണ്ണം ഞാൻ ചെയ്തു. അതെന്തോ ഭാഗ്യത്തിനങ്ങ് ഈ പറഞ്ഞ പോലെ ഇയാളുടെ ദുൽഖർ ചെയ്ത പോലെ അതും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു, എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഓഫേഴ്സ് വരാൻ തുടങ്ങി വേറെ ചാനൽസ് ചെയ്തൊക്കെ. ഞാനൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ചാനലിൽ നിന്ന് ഇറങ്ങി, അല്ല FM-ൽ നിന്ന് ഇറങ്ങി വേറെ ചാനലിലേക്ക് പോയി. അങ്ങനെയാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയുന്ന കേട്ടിട്ട് നമ്മൾ എല്ലാവരും ആക്സിഡന്റലി വന്നതാണ്. ഇതിലേക്ക് വരണം എന്ന് പണ്ട് തൊട്ടേ ആഗ്രഹിച്ച് വന്നവരല്ല. ഇപ്പൊ നമ്മൾ RJ-യിലേക്ക് വന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ VJ ആയിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? VJ വീഡിയോസിലൂടെയാണ് ഇപ്പൊ നമ്മളെ കാണുന്നത്, ഇന്റർവ്യൂസിലൂടെയാണ് കാണുന്നത്. അപ്പൊ അതൊരു തുടക്കമായിരുന്നല്ലോ. ലൈക്ക് RJ to VJ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് റേഡിയോ ജോക്കീസിന്റെ ഒരു ബിഹൈൻഡ് ലൈഫ് ആർക്കും പലർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ RJs ആണല്ലോ. എനിക്കും RJസിനെ പറ്റി കൂടുതലൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഇവരെങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്, എന്ത് രസമുള്ള സൗണ്ടാ, എങ്ങനെ എപ്പോഴും ഇങ്ങനെ ജിൽജിലായിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്നായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പൊക്കെ വിചാരിച്ചത്. അപ്പൊ ഈ RJസിൽ പലർക്കും അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാ? RJ ഏറ്റവും വലിയ കാര്യം ഇപ്പം എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും, റേഡിയോ ജോക്കീസ് പറഞ്ഞാൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഹാപ്പി ഹിപ്പി ഗൈസ് ആണെന്നാണ് എല്ലാവരുടെ വിചാരം. നമ്മളിപ്പോ ക്ലബ് FM കൊച്ചിയിലെ RJs എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ 7-8 പേരുണ്ടെങ്കിൽ അതിൽ എന്റെ ശരിയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു 3 പേര് അത്യാവശ്യം ആംബിവേർഡ്സ് എന്ന് പറയാം. അവനും ഞാനും എക്സ്ട്രോവേർട്ട് അല്ല, ഞങ്ങളൊരു ആംബിവേർഡ് എന്ന് പറയാം. ഞങ്ങൾ ഭയങ്കര കംഫർട്ട് സോണില് ഇല്ലടാ, സീരിയസ്ലി അത് മഞ്ജുവിനെ പരിചയമുള്ള ആരും മഞ്ജു ഇൻട്രോവേർട്ട് ആണെന്ന് പറയില്ല, ഹൈപ്പർ ആക്റ്റീവ് ആണ്. ആയിക്കോട്ടെ, കുറച്ച് ഹൈപ്പർ ആണ്, ആയിക്കോട്ടെ.
പക്ഷെ ബാക്കി മെജോറിറ്റി ഇൻട്രോവേർട്സ് ആണ്. ഇൻട്രോവേർട്സ് മാനെ നമ്മൾ റേഡിയോയിൽ ഇരിക്കുമ്പോഴേ ഇപ്പൊ റേഡിയോ ജോക്കീസ് വരെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് നീ ഇല്ല, ഈ ക്യാമറ ഇല്ല, ഒന്നുമില്ല, നമുക്കുള്ളത് ഈ മൈക്കും വലിയൊരു സ്റ്റുഡിയോ ആണ്. നമ്മളവിടെ നമ്മുടെ ഏറ്റവും, അതായത് നമ്മളോട് സംസാരിക്കില്ല. ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, യു ആർ ടോക്കിംഗ് ടു ഒരു മനുഷ്യൻ, നോട്ട് ടു ദ വേൾഡ്. നിങ്ങൾ ഒരാളോടാണ് സംസാരിക്കുന്നത്. ടോക്ക് ലൈക്ക് യു ആർ ടോക്കിംഗ് ടു യുവർ ഫ്രണ്ട്. അതാണ് പറയാ. അപ്പൊ നമുക്കറിയാം വേറെ ആൾക്കാരില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരാളോട്, ഒരു സിംഗിൾ ആളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനാ പറയാം. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് പറയാം. നമ്മുടെ അടുത്ത് ഇത്രയും ആൾക്കാർ കേട്ടിരിക്കേണ്ടത്. വൺസ് നമ്മൾ ഇതിന്റെ പുറത്തിറങ്ങി ഒരു പണി ചെയ്യാൻ പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് റേഡിയോ ജോക്കീസേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പിന്നെയും കുറേയൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുക എന്നുള്ളത് ഒരു ക്രൈറ്റീരിയയും കൂടി ആയിട്ടുള്ളതുകൊണ്ട് കുറേ കൂടെ ഒക്കെ ആൾക്കാർ ചെയ്യുമായിരിക്കും. പക്ഷെ ട്രസ്റ്റ് മീ, ഞാൻ ഇപ്പോഴും വീഡിയോയുടെ കേസിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് വീഡിയോയുടെ, അതായത് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര പേടിയുള്ള, ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. എന്നാൽ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ അതെ, അതാണ് അവസ്ഥ. ഇതുവരെ ഒരു 90% ആളുകളുടെ. പിന്നെ ഇവര് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ഷോ എത്ര മണിക്കാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 7 to 10 രാത്രി. അയ്യോ, 7 തൊട്ട് 10 വരെ ഫുള്ള് നിങ്ങൾ സംസാരിക്കുമോ എന്ന് ചോദിക്കും. ദാറ്റ് ഡസന്റ് ഹാപ്പൻ. നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതിനിടയിൽ പാട്ടുണ്ട്, ആഡ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന 4-3 മിനിറ്റ് ആണ്. 4 മിനിറ്റ് മാക്സിമം വരെ എല്ലാം കൂട്ടി, അതായത് ഒരു മണിക്കൂറിൽ നമ്മളൊരു 8 to 10 മിനിറ്റ് സംസാരിക്കുള്ളൂ. 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലാണ്. പിന്നെ ഈ പാട്ടുകൾ, നമ്മളടുത്ത് ചില ആൾക്കാർ വന്ന പാട്ടുകൾ, ഇന്ന പാട്ട് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഷോ ടൈം ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാൻ. അതൊഴിച്ച് ആ പ്ലേലിസ്റ്റിൽ നമുക്ക് തൊടാൻ പറ്റില്ല. അഥവാ ആ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ, ആ പ്ലേലിസ്റ്റ് ഒരു രാത്രി 12-11 മണി, ഒരു 10 മണിക്ക് പിറ്റേ ദിവസത്തെ 12 to 12 പ്ലേലിസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പാട്ടുകൾ നമ്മൾ അവിടെ പ്ലേലിസ്റ്റ് മാനേജർ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റണമെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് മാനേജറോട്, മ്യൂസിക് മാനേജറോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയൊക്കെ വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ടിടാൻ പറയാം, എന്താ ചാടാന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കും. പിന്നെ അതുപോലെ കോൾസ് വരുമ്പോൾ ശരിക്കും ഇതൊക്കെ നിന്റെ ആരാ, ആ വിളിച്ചത് ആരാന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ശരിക്കും കോൾസ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അതായത് മഞ്ജു അവിടെ ഒരു മെയിൽ ആർജ ഉണ്ടായിരുന്നേ, ആ ആർജയുടെ കൂടെ എപ്പോഴും ഷോ ചെയ്യും. അതായത് നമ്മൾ ഇറങ്ങാൻ നേരത്ത് മഞ്ജു ഇങ്ങനെ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് 2 ആർജേസ് ഒരുമിച്ച് ഒരു ലാസ്റ്റ് ലിങ്ക് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഫേമസ് ആർജ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ കയറുന്ന സമയത്ത് അയാൾ എന്തൊക്കെയോ ഇയാൾ പോടാന്നൊക്കെ വിളിക്കും. അയാളുടെ ഷോ മറ്റേ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ അയാളുടെ ഏറ്റവും ലാസ്റ്റ് സംസാരിക്കുന്നിടത്ത് ഇന്നാള് വന്നിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പോവാണ്, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയും. ഇപ്പൊ ഇത് സംസാരിച്ചു പോവും. ഇതിനൊരു ആൻറ്റി, അതായത് ആ ആർജയുടെ കട്ട ഫാനായിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വിളിച്ചപ്പോൾ ഞാൻ ഷോ തുടങ്ങി ആദ്യത്തിൽ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞങ്ങ് നിർത്തി സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സെറ്റ് തുടക്കമൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു. ഒരു കോള് വരുന്നു, നമ്മൾ എടുക്കുന്നു, പൂര ചീത്ത ബീപ്പിട്ട് കേൾപ്പിക്കുന്ന ചീത്ത. എന്താ കാര്യം, സത്യം പറയാം, നിനക്ക് അവനുമായിട്ട് എന്താ ബന്ധം, എന്താ നിങ്ങളുടെ വർത്താനം കേട്ടറിയാലോ എന്നൊക്കെ പറഞ്ഞു. അത് ആൾക്കാരെ വിളിച്ച്, ശരിക്കും ആൾക്കാർ വീട്ടിലെ ആൾക്കാരെ പോലെ വിളിച്ചാൽ പറയാം. പക്ഷെ ഇതുപോലെ ചീത്ത കേൾക്കും. അതുപോലെ വിളിച്ചിട്ട് എന്താ പറയുക, നമ്മളടുത്ത് ഭയങ്കര സങ്കടം പറയും. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു ദിവസം ഷോയുടെ ഇടയിൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് മഞ്ജുവിന് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് വെച്ചു. അപ്പം എനിക്ക് അടുത്തൊരു പാട്ട് വരെ സമയമുണ്ട്. ഓക്കെ, എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പം പറഞ്ഞോളൂ. ഞാനപ്പോൾ ചോദ്യം ചോദിച്ചിട്ടില്ല, കോള ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയട്ടെ. അപ്പോൾ ഓക്കെ, മഞ്ജു എന്നുള്ള ഇയാളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, ഇയാൾ ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ റാൻഡമായിട്ട് റേഡിയോ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ കേട്ടതാണ്. അപ്പോൾ എനിക്ക് ഇയാളോട് സംസാരിക്കാൻ തോന്നി. പറഞ്ഞോ, കുഴപ്പമില്ല, എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനേ ഡിവോഴ്സ് ആവാൻ പോവാം നാളെ. അപ്പോൾ ഞാൻ ഭാര്യേനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ ഇതിപ്പോൾ എന്നോട് എന്തിനോ, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഈ പുള്ളി ഇത് എന്തിനാ എന്നോട് പറയുന്നത് എന്നുള്ളത്. പക്ഷെ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇതിങ്ങനെ പറയാം കേട്ടോ. അവസാനം ഞാൻ പാട്ടിട്ട് അടുത്ത എനിക്ക് വർത്താനം പറയാനുള്ള സ്ലോട്ടൊക്കെ വരും. പക്ഷേ ഈ പുള്ളി അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് മാറ്റാൻ തോന്നുന്നില്ല. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവസാനം ഈ പുള്ളി വർത്താനം പറഞ്ഞ് പുള്ളിയുടെ സൗണ്ടൊക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആകെ സങ്കടവും വരുന്നുണ്ട്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി ഇപ്പോൾ മഞ്ജുവാണ് ഈ സിറ്റുവേഷനിലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഐ ഹാവ് നോ ഐഡിയ, കാരണം ഐ ഹാവ് നോട്ട് ബീൻ ത്രൂ ദിസ്. എനിക്കിത് അറിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടില്ല. അപ്പം എന്തായാലും നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇഫ് ഇറ്റ് ഈസ് എ റോങ് ഡിസിഷൻ, നിങ്ങൾ റൈറ്റ് ഡിസിഷനിലേക്ക് പൊക്കോളും. പക്ഷേ ഐ എം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ നിങ്ങൾ എങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നോട് ഇത് പറയാനൊരു വിശ്വാസം കാണിച്ചല്ലോ എന്നിട്ട് ഈ പുള്ളി വെക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആക്ച്വലി എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഒന്നുമില്ല, എനിക്ക് താൻ സംസാരിച്ചായിട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പരിചയമുള്ള ആരെ പോലെ തോന്നി. പക്ഷേ ഐ നീഡഡ് സമ്മൺ ഹൂ ഡസൻറ്റ് ജഡ്ജ് മീ. എന്നെ കേട്ടിട്ട് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ
അല്ലെ അതിങ്ങനെ എൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത അയാൾ എന്നോട് പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നൊരു 20-25 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. പുള്ളി എന്താ ഡിസിഷൻ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പുള്ളിയുടെ സൗണ്ട് പോലും ഓർമ്മയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ, പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങൾ, വൈഫിന്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു. വൈഫിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ സൂപ്പർ റിച്ച്, ഇതൊക്കെ പുള്ളി പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇത് ഇതൊരു സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇത്രം വിലയുള്ള സമയത്തല്ല, ബട്ട് സ്റ്റിൽ കിട്ടിയിട്ടാലും പണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എനിക്ക് തോന്നി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ, നമ്മളുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണോ നിനക്ക് സ്വർണ്ണമാല കിട്ടിയത്? അങ്ങനെ ആയിരിക്കണം. അതായത് എനിക്ക് ഈ മീഡിയവും FM മീഡിയവും തമ്മിൽ എപ്പോഴും വ്യത്യാസം തോന്നിയാക്കുന്ന കാര്യം അതാണ്. അതായത് ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള സ്നേഹം കുറെ കൂടെ FM-ലായിരുന്ന സമയത്ത് കിട്ടുമായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അവരുടെ വീട്ടിലൊരാളെ പോലെ നമ്മൾ വന്ന് കയറി ഇറങ്ങി പോവുക. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയുള്ളൊരു ഫീലാണ് അവർക്ക് ബേസിക്കലി ഉണ്ടാവുക. എനിക്ക് ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, ഞാൻ ആകെ 1.5 വർഷം ഉണ്ടായിട്ടുള്ളൂ FM-ൽ. അപ്പോൾ ആ 1.5 വർഷത്തിൽ എനിക്ക് ഒരുപാട് ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണം, ആ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം ഒരു ആൻറ്റി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗദ്ദാഫി എനിക്കൊരു കാര്യം പറയാണ്ട് മോനിത് എയർ ചെയ്യണ്ട, പക്ഷെ മോനിത് എൻ്റെ മോൻ ഇതുപോലെ മോൻ്റെ പ്രായമായിരുന്നു, ആൾ മരിച്ചുപോയി, എന്തോ ആക്സിഡൻറ്റോ എന്തോ പറ്റി മരിച്ചതാ. പക്ഷേ മോൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മരിച്ചുപോയ മോനെയാണ് ഓർമ്മ വരിക. അപ്പോൾ ഞാനപ്പോൾ വേറെ ഒന്നും കാണാറില്ല, ഒന്നും കേൾക്കാറില്ല. പക്ഷേ മോൻ്റെ ഷോ മാത്രം ഞാനിങ്ങനെ കേൾക്കും. അത് കേട്ടിട്ട് ഉറങ്ങുന്ന സമയത്ത് ആൻറ്റിക്കൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞ ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ എയർ ചെയ്തോന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു ഫീലാണ്. അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീല് ഭയങ്കര വലുതാണ്. അതുപോലെ ഒരു ദിവസം എൻ്റെ ഒരു കോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗദ്ദാഫി അവരുടെ ഒരു മോന് 3 വയസ്സ് എന്തോ ആണ്. അപ്പോൾ തൻ്റെ ഷോ അപ്പം ഞാനിങ്ങനെയാണ് എൻ്റെ ലിങ്ക് അവസാനിപ്പിക്കുന്നത്, റേഡിയോ ടോക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ യു ആർ ലിസണിങ് ടു 94.3 ടൺ കണക്കിന് ഫൺ, മൈ നെയിം ഇസ് ഗദ്ദാഫി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലിങ്ക് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പയ്യനുണ്ട് അത്ര, അവനൊരു 3-4 വയസ്സുണ്ട്. അവനോട് ആരവൻ്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചാൽ അവൻ്റെ പേരെന്തോ ആണ്. പക്ഷെ അവൻ പറയില്ല അത്ര, അവനിങ്ങനെ പറയുള്ളൂ അത്ര, ടൺ കണക്കിന് ഫൺ, മൈ നെയിം ഇസ് ഗദ്ദാഫി. അങ്ങനെ പറയുള്ളൂ അത്ര. അതായത് അവൻ സ്കൂളിലൊക്കെ പോകുമ്പോഴും ടീച്ചേഴ്സ് ചോദിക്കുമ്പോഴൊക്കെ അവനിങ്ങനെ ഇതേ പറയുള്ളൂ ഇത്ര. അപ്പോൾ അവർ പറയുന്നത് ഇത് ആര് ചോദിച്ചാലും ഇവർ ഇതേ പറയുള്ളൂ. ഇതൊക്കെ സ്കൂളിലൊക്കെ പോയാൽ വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ അത്രയും ഒരാളായിട്ട് ഭയങ്കര ക്ലോസ് ആവുകയാണെന്നുള്ളത് അതൊക്കെ ഒരു, എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരിക്കും അല്ലേ. നമ്മളുടെ ഒരു കരിയറിൽ നമുക്കിപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു RJ VJ-യിൽ ഒത്തിരി വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ, റേഡിയോയിൽ നിങ്ങൾ എന്ത് സംസാരിച്ചാൽ നിങ്ങളുടെ ഫേസ് ഒന്നും കാണുന്നില്ല ആരും. ലൈക്ക് നിങ്ങളിപ്പോ പാനിക് ആയാലും നിങ്ങളിപ്പോ വിയേർഡ് ആയിട്ട് മറ്റേ സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ മറ്റേ മുഡ്ലൂത്തോടെ കല പോയിട്ട് അതുപോലെ ഞാനൊക്കെ കുളിക്കാതെ ബ്രഷ് ചെയ്യാതെ എത്ര ഷോ ചെയ്താകുന്നു. രാവിലെ ഷോ വെക്കുന്ന സമയത്ത് ഇത് പ്രശ്നം. എനിക്ക് രാവിലെ ഇരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ആളുടെ ഷോ ചെയ്യുമായിരുന്നു, നമ്മളെ പ്രോഗ്രാം ഹെഡിന്. അപ്പൊ എനിക്ക് രാവിലെ 7 മണിക്ക് ഷോ തുടങ്ങുന്നത്. 7 മണിക്ക് ഷോ തുടങ്ങണമെങ്കിൽ നമ്മളൊരു 6 മണി 6:30 വരണം. അപ്പം എന്താ ചെയ്യുക, എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. ഞാൻ അവിടെ തന്നെ സ്റ്റുഡിയോയിൽ തന്നെ കിടന്നുറങ്ങും. സ്റ്റുഡിയോയിൽ തന്നെ വിരിച്ച് കിടന്നുറങ്ങും. ഞാൻ എന്ത് ചെയ്യും, പ്രശ്നമൊന്നും ചെയ്യില്ല. വെറുതെ ചുമ്മാ പോയിട്ട് വായ കഴുകിക്കൊണ്ട് ചുമ്മാ കയറി ഇറങ്ങി ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് തുണിയുണ്ടല്ലോ, അതന്നെ വലിയ അല്ല. പിന്നെ സ്റ്റുഡിയോയിൽ ഭയങ്കര ടെമ്പറേച്ചർ കുറവാണല്ലോ. നമ്മളൊരു 18-20 ഇടയിലായിരിക്കും ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഫുൾ ടൈം ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ നമ്മൾ മറ്റേ കുബേരനിൽ ദിലീപ് എണീറ്റ് വരുന്ന മറ്റേ കയ്യിൽ സോക്സ്, ശരിക്കും ജാക്കറ്റ്, ഷൂ, എല്ലാ സാധനങ്ങളും ഇട്ട് ഇങ്ങനെ. ഇത് റേഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ജോലിയില്ല എന്നുള്ളത് പോലുമല്ല. കാരണം നമ്മുടെ ബോഡിയൊക്കെ ടൂ മച്ച് അഡിക്റ്റഡ് ടു AC ആണ്. നമ്മൾ ഭയങ്കര ലോവർ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ രാത്രിയാണെങ്കിലും ഇപ്പൊ വീട്ടിൽ വന്നാലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് AC ഇടുമല്ലോ. അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്ക് ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ, അതായത് നിന്ന നിപ്പിൽ വെട്ടി വേർക്കാന്നൊക്കെ പറയില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. പിന്നെയാണ് ഞാനിത് റിയലൈസ് ചെയ്യുന്നത്, ഇതാണ് കാര്യം. 6-7 വർഷം ഇതായിരുന്നല്ലോ നമ്മുടെ മൊത്തം അറ്റ്മോസ്ഫിയർ ഇതായിരുന്നല്ലോ. പിന്നെ നമുക്ക് അവധിയില്ലല്ലോ, ഓണത്തിനും ക്രിസ്മസിനും ഒന്നും റേഡിയോ ഓഫ് ചെയ്യുന്നില്ലല്ലോ. കുറെ ആൾക്കാരുടെ വിചാരമുണ്ട് റേഡിയോ ജോക്കീസ് ആണെങ്കിൽ സുഖമല്ല, നിങ്ങൾക്ക് 2 മണിക്കൂർ ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമല്ലോ. ശരിക്കും ഒരു 9 to 5 ജോബ് പോലെ തന്നെയാണ് റേഡിയോ ജോക്കീസിന്റെ ജോബ്. 9 മണിക്കൂർ മാത്രമല്ല, നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ സാധാരണ കോർപ്പറേറ്റ്സിലെ പോലെ അല്ല, ലീവ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 9 മണിക്കൂർ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എടാ, 3 മണിക്കൂർ ഷോ ഉണ്ടാക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളിപ്പോ ഗസ്റ്റുകൾ വരുമല്ലോ ഷോയില്, അവരെ നമ്മൾ അപ്പൊ തന്നെ ഇരുന്ന് വിളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ അവരെ അപ്പൊ എപ്പോഴാണ് വിളിക്കേണ്ടത്, ഇന്ന സമയത്ത് നമ്മൾ വിളിക്കാട്ടോ. ഈ ഗസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു ദിവസം ഒരു 8 ഷോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 ഷോ ഉണ്ടെങ്കിൽ 6 ഷോയ്ക്ക് 6 ഗസ്റ്റ് വേണം. 365 ദിവസവും വേണം ഇത്.
പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും സംസാരിക്കുമ്പോൾ നമ്മുടെ ഷോയിൽ പോകുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്, ഇത് കണക്ട് ചെയ്ത് എന്തെങ്കിലും കഥകളുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ മാത്രമല്ല ചില ദിവസങ്ങളിൽ ഇന്റർവ്യൂസ് ഉണ്ടാവും, ഫിലിം ഇന്റർവ്യൂസ് ഉണ്ടാവും. ഈ ഷോയും കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോകണം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അവിടെ വോയിസ് എടുക്കാൻ പോകണം. ഇത് ഒരു റേഡിയോ ജോക്കി എന്നാണ്, ഒരിക്കലും റേഡിയോ ജോക്കി മാത്രമല്ല, വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്, ഷോ പ്രൊഡ്യൂസർ. ഇപ്പൊ നമ്മൾ വിചാരിക്കില്ലേ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ടങ്ങ് തന്ന് നിങ്ങൾ പറയില്ലേ, കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ സെലിബ്രിറ്റീസിനോട് ചോദിക്കേണ്ടത് അവര് തരുമോ അതോ നിങ്ങൾ ഉണ്ടാക്കൂ, കേട്ടിട്ടുണ്ടാവില്ലേ? ഇതങ്ങനെയല്ല, നമ്മള് തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് നമ്മളിരുന്ന് അത് ഒരു റേഡിയോ ജോക്കിനെ ഞങ്ങൾ പറയാറുണ്ട്, റേഡിയോ ജോക്കിയുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജ് ഓവർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് PSC എഴുതാം. കാരണം ഒരു ദിവസം ഞങ്ങൾ മിനിമം 5 പത്രം വായിക്കും, 5 പത്രം ഏറ്റവും മിനിമം. പിന്നെ ഓൺലൈൻ ന്യൂസ്, ഓൺലൈൻ ഒരുവിധം എല്ലാ ന്യൂസ് പോർട്ടൽസും നമ്മൾ വായിക്കും, ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ ഒരുവിധം എല്ലാ സാധനങ്ങളും വായിക്കും. സോഷ്യൽ മീഡിയ, ഇതൊക്കെ അരിച്ചു പെറുക്കിയാലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് കണക്റ്റ് ആവുന്ന ആൾക്കാർ, കേൾക്കുന്ന ആളുകൾക്കും കൂടി കണക്റ്റ് ആവുന്ന സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ സാധനങ്ങളായിരിക്കില്ല നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മൾ എന്ത് പറയണം, അത് എന്തിനെ പറ്റി ആയിരിക്കണം, എന്തിനെ ചുറ്റിപ്പറ്റി പറയണം എന്നുള്ളത് ഇത് നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡിന് കൊടുത്ത് പറഞ്ഞ് എന്നിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഷോയ്ക്ക്. അപ്പോൾ ഒരു ദിവസം രാത്രി 7 to 10 ഷോ ചെയ്യുന്ന ഒരാള് ഒരു 2 മണിയാകുമ്പോൾ വന്ന് 10 മണി വരെ ഷിഫ്റ്റിൽ 2 മണിക്ക് വന്ന് പണിയെടുത്ത് തുടങ്ങിയാലേ 7 മണിക്കായിരിക്കും ഓണർ കയറാൻ പറ്റും. മാത്രമല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ റേഡിയോ ജോക്കീസ് ആയിരുന്ന സമയത്ത് നമ്മളുടെ ഫീഡ്സിൽ വരുന്ന എല്ലാം ഇത് ഈ കണ്ടന്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അതായത് ഒരു സാധനം നമ്മളിടുന്നത് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ഷോയിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. നിങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഏകദേശം നമ്മളിപ്പം എന്താ പറയാ, എല്ലാവർക്കും ഒരു സമാധാനമാണ് ആക്ച്വലി ഈ റേഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്ത് രസമായിട്ട് പറയുന്നത്, എന്ത് രസമായി. നീ അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും കേട്ടോ, അല്ലാണ്ട് വിചാരിക്കുന്നു കറക്റ്റ് ഞങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മാറ്റി പാട്ടുള്ള വേറെ സ്റ്റേഷനിലേക്ക് ഒരുപാട് കറക്റ്റ് പാട്ട് വരുന്നത് നോക്കി റേഡിയോ സ്റ്റേഷൻസ് മാറ്റുന്നതാണ്. പക്ഷെ ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഡ്രൈവ് ടൈമിൽ ഇപ്പൊ രാവിലത്തെ ഷോയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക, കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും. അപ്പൊ ആ ടൈമിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ടൈമിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകളുണ്ടാവും. കാരണം അവർ ചിലപ്പോൾ ന്യൂസ് പേപ്പർ ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ കുറെ കിട്ടും, കുറെ കാര്യങ്ങൾ. കാരണം നമ്മളിത് ഡിഗ് ചെയ്ത് പോയിട്ടാണല്ലോ ഓരോ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇത് അവർ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് കിട്ടാത്ത സാധനങ്ങൾ നമ്മുടെ അടുത്ത്. അപ്പോൾ കോൾസ് വരുമ്പോഴൊക്കെ എല്ലാവരും പറയും നിങ്ങൾ ആളെ വെച്ച് വിളിപ്പിക്കുന്നതല്ലേ എന്ന്. ഞാനും അങ്ങനെ റേഡിയോയിൽ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏതോ പണിയില്ലാത്തവർ ചെയ്യുന്നതാണ്. പക്ഷെ ടു ബി വെരി ഫ്രാങ്ക് നമ്മുടെ റേഡിയോയുടെ കോൾ ലൈൻ എന്ന് പറഞ്ഞ ഒരു 12 അല്ലെങ്കിൽ 10 തോന്നുന്നു, 10 12 10 ലൈൻ ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈനാണ്. അത് സൗണ്ട് വരില്ല, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുള്ളൂ, ക്ലിക്ക്. ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 10 കിടന്ന് ഇങ്ങനെ മിനിങ്ങിക്കൊണ്ടിരിക്കും, ടപ്പടപ്പടപ്പേന്ന് പറഞ്ഞ കോൾ വരും. അത് ഗിഫ്റ്റ് ഒന്നും വേണ്ട, വെറുതെ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം പറയാൻ ആളുകൾ വിളിക്കും. ഇനി ഇതൊന്നും അല്ലാണ്ട് വെറുതെ വിളിക്കും. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിശപ്പൊരു രോഗമാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ പറയും എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, ഷോ എൻ്റെ അമ്മ മത്തി വറുത്തത് പറഞ്ഞിട്ട് എൻ്റെ അമ്മ മത്തി വറുക്കണത് ഭയങ്കര രസമാണ്. അപ്പം ഞാനിത് ഓണയർ പറയും, ഞാനിതിങ്ങനെ വിശദീകരിച്ചിട്ട് നല്ല ചൂട് വെള്ളച്ചോറ് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഈ മത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് പച്ച കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ കൂടി അരച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കും. ഇത് ഈ ലിങ്ക് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പോയി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് ഇസ് മഞ്ജു സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM 94.3 എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരുവാ. അപ്പോൾ കോള് ബ്ലിങ്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇതാരത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഫോൺ എടുത്തപ്പോൾ താൻ മര്യാദയ്ക്ക് എനിക്കൊരു മത്തി ഇടുന്ന കട പറഞ്ഞതില്ലെങ്കിൽ തന്നെ ഇപ്പം ശരിയാക്കും, തൻ്റെ ഒരു മത്തിക്കഥ എനിക്കിപ്പം മത്തി വേണം, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും, എനിക്കിപ്പം മത്തി വറുത്തത് വേണം. ഞാൻ പറഞ്ഞു ചേട്ടാ ഹൈക്കോർട്ടിൻ്റെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും പോയി കഴിക്കട്ടോ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് എനിക്ക് ഈ ഉണക്കമീൻ എന്തോ കഴിക്കാൻ തോന്നുന്നു ഞാൻ ഇങ്ങനെ ഓണറിൽ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഹോട്ടലുണ്ട് പറവൂര്, ഒരു വലിയ കവറ് ഉണക്കമീനായിട്ട് ഒരാൾ കൊണ്ട് തന്നിട്ടുണ്ട് ഗിഫ്റ്റ്. കൊള്ളാം അല്ലെ? അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യം. നമ്മളിപ്പോ ഇങ്ങനെ കാണുന്ന പോലെ ഇപ്പോൾ സമയം കറക്റ്റ്, നിങ്ങൾ ആർജേസ് ഇങ്ങനെ പറയല്ലോ ഇപ്പോൾ സമയം കറക്റ്റ് സമയമൊക്കെ പറയല്ലോ. അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, പക്ഷെ അതല്ല അതിന്റെ ഇത്. പക്ഷെ എനിക്ക് ആക്ച്വലി 9 hours ഈ ഒരു വർക്കിന്റെ പാറ്റേൺ ഒന്നും അറിയില്ലായിരുന്നു, അത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. നല്ല പണിയുണ്ട് ആർജേസിന്. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഇനിയിപ്പോ രണ്ടാമത് FM-ലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു
മല ചുമക്കുന്ന പോലെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും അത്. ഇപ്പൊ റേഡിയോ എന്നൊരു ഓഫർ വന്ന് ഞാൻ രണ്ടാമത് റീതിങ്ക് ചെയ്യും. കാരണം എനിക്ക് അത്രയും പണി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ എനിക്ക് അറിയില്ല. കാരണം നമ്മളൊരു 8 to 9 hours ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള. കാരണം നമ്മൾ സെലിബ്രിറ്റി ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഈ RJs-ഉം ഇന്റർവ്യൂസിന് വന്നിട്ടുണ്ടാവല്ലോ റേഡിയോസ്. അപ്പൊ അവർ ഓൾറെഡി അവരുടെ ഷോ, അതായത് ഒരു ദിവസം അവരുടെ മെയിൻ വർക്ക് കഴിഞ്ഞിട്ടാണ് അവർ വരിക. അപ്പൊ ഞങ്ങൾ പരസ്പരം പറയണ്ടേടാ ഒന്നാലോചിച്ച് നോക്ക്, നമ്മള് തോലിയായിരുന്നില്ലേ, ഇതിവിടെ നമുക്ക് 2 ഇന്റർവ്യൂ അല്ലെ 1 ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ തന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂ വരുമ്പോ അത് വേണോ, ഒന്ന് പോരെ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ നമുക്കത് അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല. പക്ഷെ റേഡിയോ ജോക്കി എന്ന് പറഞ്ഞൊരു മൾട്ടി ടാസ്കിംഗ് ആണ്. നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഇവന്റുകൾ ഹോസ്റ്റ് ചെയ്യും. നിങ്ങൾ കേൾക്കുന്ന ഒരുവിധം ആഡുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇതിന്റെ സൗണ്ടുകൾ ഞങ്ങളൊക്കെ തന്നെയാ. വളരെ കുറച്ച് ആളുകളെ RJs അല്ലാണ്ട് വോയിസ് എടുക്കുന്ന ആളുകൾ. അപ്പൊ നമ്മുടെ വോയിസ് തന്നെയാണ് ഈ വോയിസ് ഓവറിൽ ഭീമ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നതൊക്കെ നമ്മുടെയാ. അങ്ങനെ നമ്മൾ ഇപ്പൊ പരസ്പരം സംസാരിക്കുന്ന ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിടുന്ന, ചിലപ്പോൾ ഭർത്താവാനായിരിക്കും ഭാര്യ ഞാനായിരിക്കും ഇത് ചോദിച്ച് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ടേ. ഈ പണി ഇനി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഖം പിടിച്ചു ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് വരുന്നത്. അതായത് നമുക്ക് 365 ദിവസവും ഷോ ഉണ്ട്. അതായത് നമുക്ക് പനി വന്നാലും ജലദോഷം വന്നാലും നമ്മൾ ലീവ് കിട്ടും. പക്ഷെ അതിന് കുറെ നൂലാമാലകളുണ്ട്. നമ്മളൊരാൾ വരാതിരുന്നു കഴിഞ്ഞാൽ ഇയാള് എന്റെ കൂടെ ഷോ കൂടെ ചെയ്യണം. അപ്പൊ അത് അയാൾക്കൊരു ബുദ്ധിമുട്ടാവുണ്ടെന്ന് കരുതി നമ്മൾ എത്ര വലിഞ്ഞാലും ലൂസ് മോഷൻ പിടിച്ചിട്ട് ഞാൻ മറ്റേ ഷോ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചത്. പ്രഗ്നന്റ് ആയിരിക്കും കേട്ടോ. അതായത് ഞാൻ 9 months വരെ ഷോ ചെയ്തിട്ടുണ്ട്. 9 months പ്രഗ്നന്റ്. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ട്രൈംസ്റ്ററിൽ നമുക്ക് ഈ വോമിറ്റിങ്ങും നോസിയ ഫീലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 3 മാസം 10-20 ദിവസം ലീവ് എടുത്തായിരുന്നു. അത് അവിടെ നിന്ന് പറഞ്ഞ് ലീവ് എടുപ്പിച്ചതാണ്. കാരണം വെച്ചാൽ ഷോ ചെയ്യാം. Club FM 94.3 ടൺ കണക്കിന് പിന്നെ ഒരു ഓട്ട ഇത് സ്ഥിരമായപ്പോ എന്നോട് നീ വേണമെങ്കിൽ 10-20 ദിവസം ലീവ് എടുത്തോട്ടോ. ഇതല്ലേ തന്നോട് ഞാൻ ചോദിച്ചത്, എനിക്ക് വയ്യാന്ന്. ലിഫ്റ്റൊക്കെ 15ാമത്തെ നിലയിലെ ഓഫീസേ. അപ്പൊ ലിഫ്റ്റ് കയറി 15ാമത്തെ നിലയത്ത് മറ്റേ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ മേത്തേക്ക് വാൾ വെക്കാൻ പാകത്തിന് നമ്മൾ എത്തുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത്. പിന്നെ കോവിഡിന്റെ സമയത്ത് നമ്മൾ വാക്സിൻ എടുത്തിട്ട് ഇവിടെ 21 ദിവസവും കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിട്ട്. അതായത് വൈറ്റില ജംഗ്ഷനിൽ ഒരു ഈച്ച ഇല്ലാണ്ട് നീ വൈറ്റില ജംഗ്ഷൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ 21 ദിവസം ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ഒരുത്തി മാത്രം വണ്ടി ഓടിച്ച് ഇങ്ങനെ വൈറ്റില ജംഗ്ഷനിൽ കൂടെ ജോലിക്ക് പോകും. അത് കാണാൻ എന്തൊരു സൈലൻസ് ആണെന്നറിയോ. പിന്നെ നമ്മൾ ഈ ബസ് ചേട്ടന്മാരെയൊക്കെ ഭയങ്കരമായിട്ട് ബസ് ചെയ്യും. ഒരു ഹോണടി ഇല്ല, ഒച്ചപ്പാടില്ല. അവിടെയൊക്കെ തത്തയൊക്കെ വൈറ്റില ജംഗ്ഷനിൽ. ഞാനും മഞ്ജു മാത്രം ഓഫീസിൽ ഇരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കൊറോണയ്ക്ക്. കോവിഡിന് നമുക്ക് ഭയങ്കര സ്ട്രിക്ട് റൂൾസ് ആണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക്, നമ്മളിങ്ങനെ സംസാരിക്കല്ലേ. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് അങ്ങനെയാണ്. നമ്മൾ ഇത് മാസ്ക് വെച്ച് നടന്നിരുന്ന സമയമല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഇവര് എല്ലാ ദിവസവും ഓരോരുത്തരുടെ ഷോ കഴിയുമ്പോൾ മൈക്ക് ഫുള്ള് സാനിറ്റൈസ് ചെയ്യണം. നമ്മൾ ഈ ഇത് വെക്കുണ്ടാവില്ല, ഇത് വെക്കാണ്ട് നോർമൽ മൈക്കിലാണ് സംസാരിക്കുക. പിന്നെ ഒരു RJ വന്ന് അയാളുടെ ഷോ കഴിഞ്ഞ് അയാൾ ഇറങ്ങി പോയിട്ട് അടുത്ത ആൾ ചെന്ന് ഫുള്ള് സ്റ്റുഡിയോ സാനിറ്റൈസ് ചെയ്തിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അറ്റ് എ ടൈം ഒരു RJയും അയാളുടെ ഷോ തീരാറാവുന്നതിന് 15 മിനിറ്റ് മുമ്പ് അടുത്ത RJ അവിടെ എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വാക്സിൻ എടുത്തിട്ടേ ഫസ്റ്റ് വാക്സിൻ എടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് വാക്സിൻ എടുത്തപ്പോൾ ഏതോ വഴി കൂടെ ഒക്കെ കിളി പോയൊരവസ്ഥയായിരുന്നു. ഫസ്റ്റ് വാക്സിൻ എടുത്തപ്പോൾ ചെറിയ പനിയൊക്കെ ആയിട്ട്. അപ്പോൾ സെക്കൻഡ് വാക്സിൻ എടുത്തിട്ട് നമുക്ക് ഷോ ചെയ്യണമല്ലോ. അപ്പോൾ വാക്സിൻ എടുത്തിട്ട് ഷോ, അപ്പോൾ നമുക്കറിയില്ല നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഗോൾഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് റേറ്റ് പറയണം. അപ്പോൾ ഞാൻ പറയാൻ വയ്യ, അപ്പോൾ ഇത് പറഞ്ഞു തീർക്കണമല്ലോ. വൈറ്റിലയിൽ നല്ല ട്രാഫിക് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ വഴി പോകുന്ന ഒരു ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞാൽ നമ്പറും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് PH എന്ന് വെച്ചു, ഗോൾഡ് അപ്ഡേറ്റ് നീ എന്തിന്റെ ട്രാഫിക് ഗോൾഡ് പോയത് ഞാൻ അറിഞ്ഞില്ല. എന്റെ മഞ്ജു നിൽക്കെന്തോ പ്രശ്നമുണ്ട്. അല്ല എനിക്ക് തലയൊക്കെ കറങ്ങുന്ന പോലെ. നീ എന്നിട്ട് എന്താ പറയാ, വാക്സിന്റെ എന്താ തോന്നുന്നത്? എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. മൈക്കോണാണോ ഇത്? ഇങ്ങനെ കിളി പോയ അവസ്ഥ. എടാ 7 വർഷം റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ റേഡിയോ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് മൈ ഡോട്ടർ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ. എല്ലാവരുടെ പാരൻസിനും ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ അവധിയുണ്ട്, എൻ്റെ അമ്മ മാത്രം ഇല്ലാന്ന്. ഇതുവരെ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് കൊള്ളും. ശരിയാണല്ലോ എന്നുള്ളത്. അതായത് അവധി എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് നമുക്ക് ലൈവായിരുന്നു. നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ ലൈവായിട്ട് ഷോ ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഷോ ഇപ്പൊ നമ്മളോട് പറയുന്നത് നമ്മുടെ ഷോ ടൈമിൽ വന്ന് നമുക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ യു വുഡ് നോ അതൊരു എങ്ങനെ പോയാലും അതൊരു ജോലിയാണ്. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ നമ്മുടെ ഷോ ഉണ്ട്, 1 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ഉണ്ടെങ്കിൽ തീർന്നു, അന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ നമ്മൾ മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമൊക്കെ ഭർത്താവ് എൻ്റെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, വളരെ റൊമാൻറ്റിക് ആയിട്ട് 2 മണി 3 മണി ഷോ തീർന്നിട്ടില്ല, ഓണം സ്പെഷ്യൽ ഷോ ഹാപ്പനിങ്. അപ്പോൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം 3 മണിയപ്പോൾ റൊമാൻസ് മാറ്റി വെച്ച് അവനോട് ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിച്ചു. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ശരിക്കും ഇപ്പോൾ RJസിനോട് എല്ലാവരും നിങ്ങൾക്ക് എന്താ എളുപ്പം ഈ പറഞ്ഞ വർത്താനം അവിടെ പോയിരുന്ന് വളവളാന്ന് പറഞ്ഞാൽ പോരെ.
ഈ പറയുന്നതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസാ. ഈ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാനിപ്പോ നിന്നോട് എന്താ പറയാ ഇല്ലേ, എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. ഈ കാര്യം നമ്മൾ ഉണ്ടാക്കണം ഇരുന്ന്. അതായത് 3 മണിക്കൂർ ഞാൻ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു 3 മണിക്കൂർ നമ്മൾ പണിയെടുക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വളവള. ഈ വളവള എന്തോരം നേരം ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനം പറയാനൊരു ടോപ്പിക്, സംസാരിക്കാനൊരു. പിന്നെ ഇപ്പൊ സ്പോർട്സിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത 2 ആൾക്കാരാണ് ഞങ്ങള്. പക്ഷെ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ലൈവായിട്ട് കമന്ററി പറയാറുണ്ട്. പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ബോധമില്ലാത്ത മനുഷ്യന്മാരെ, പക്ഷെ ഞങ്ങൾ വോട്ടെണ്ണലും വോട്ടിന്റെ റിലേറ്റഡ് കാര്യങ്ങളും ഇതൊക്കെ ലൈവായിട്ട്, ഇതൊക്കെ നമ്മൾ റീസെർച്ച് ചെയ്യണം. കാരണം ഒരാൾക്കും 24/7 അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന A to Z എല്ലാ കാര്യങ്ങളും അറിയില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റിസർച്ച്. അപ്പൊ നമ്മൾ ഇരുന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, നമ്മൾ കൃത്യം ഫാക്റ്റ് ആണോ പറയുന്നതെന്ന് നോക്കി ഇത് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇത് പല മനുഷ്യന്മാരായിരിക്കും കേൾക്കണത്. എനിക്കൊക്കെ എത്ര തെറി കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അക്ഷയ സെന്റർ എന്തോ പബ്ലിക് സെക്ടർ അല്ലേന്നെന്തോ വിളിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ മിന്നി. ഞാൻ എങ്കിൽ മറ്റേ ലിങ്ക് കഴിഞ്ഞ അപ്പൊ തന്നെ മിന്നി കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തോ അപ്പൊ തന്നെ മിന്നു. എന്നിട്ട് പറഞ്ഞ നിന്നെയൊക്കെ ആരാ അവിടെ കൊണ്ടുപോയി പറഞ്ഞ് തെറി. ഞാൻ ഓക്കെ തെറ്റ് പറയാൻ പറ്റത്തില്ല, എന്റെ പ്രശ്നം. പിന്നെ തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം എന്റെ പ്രശ്നം ഞാനത് പറയുന്നതിന് മുന്നേ ആലോചിക്കുന്നത്. പക്ഷെ ചില ലിങ്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാതെ ചില സാധനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പോയിന്റ് ഒക്കെ ഓർമ്മ വരും. അപ്പൊ നമ്മൾ പറയും, അപ്പോഴായിരിക്കും ചിലപ്പോൾ അബദ്ധം പറ്റിയത്. അപ്പൊ തന്നെ വരും. എന്ത് രസം കേൾക്കാന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോ RJ ലൈഫ് പറഞ്ഞല്ലോ. അപ്പൊ ഈ RJ to VJ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നല്ല ഡിഫറൻസ്, നിങ്ങൾ പറയുന്ന കേട്ടിട്ട് നല്ല വ്യത്യാസമുള്ള ഒരു പണിയാണ്. അപ്പോൾ ഈ RJയിൽ നിന്നും സെലിബ്രിറ്റി ഇന്റർവ്യൂലേക്ക് വന്നത് എങ്ങനെയാണ്? നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റഡി എങ്ങനെയാണ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ ആയത്? ബിക്കോസ് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വ്യത്യാസം നിങ്ങളുടെ ഫേസ് ആരും കാണുന്നില്ല. പക്ഷെ നമ്മൾ സെലിബ്രിറ്റി ഇന്റർവ്യൂവേഴ്സിന് നമ്മൾ എന്ത് കാണിച്ചാലും അതെല്ലാവരും കാണും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ വരുന്നത് സെലിബ്രിറ്റി ഇന്റർവ്യൂവറിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ, അതായത് റേഡിയോയിൽ നേരത്തെ അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മളിപ്പോ ഇന്റർവ്യൂസ് റേഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഓൺ എയറിൽ ഇരുന്ന് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പൊ ക്ലബ് FM ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇന്റർവ്യൂസ് എല്ലാം വീഡിയോസ് കിടക്കുന്നുണ്ട്. അത് നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തു വരുമ്പോൾ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കാൻ ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ അറിയാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ സിനിമയെ വളരെ ബേസിക് ഒരു എന്റർടൈൻമെന്റ് മീഡിയം ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സെലിബ്രിറ്റീസിന് വന്ന് ചോദിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ റേഡിയോയിലായതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഗസ്റ്റ്, അത് പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, അതല്ല ഇപ്പം നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിയാണെങ്കിലും ശരി, അവരെ കുറിച്ച് പഠിക്കാണ്ട് ആ ഇന്റർവ്യൂ എടുക്കരുത്. ഇതാണ് നമുക്ക് ആദ്യം റേഡിയോ എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനം. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്. അപ്പോൾ സെലിബ്രിറ്റീസ് വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ കൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എൻ്റെ പ്രോഗ്രാമിംഗ് ഹെഡ് ഒഴിവാക്കിയ ഇൻ്റർവ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ. അതൊക്കെ എല്ലാത്തിനും ഞാൻ നോ പറഞ്ഞോടും. നോ വീഡിയോക്കൊന്നും ഞാൻ ഇരിക്കില്ല, എനിക്ക് പറ്റില്ല വീഡിയോയ്ക്ക് ഇരിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷേ DQൻ്റെ ഇൻ്റർവ്യൂ കുറുപ്പിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് വന്നപ്പോൾ ഇതുപോലെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ. ഓരോരുത്തരും എപ്പോഴും ഞാൻ DQ ഞാൻ ഇതുവരെ ഒരു മനുഷ്യനെടുത്തല്ല, ഞാൻ DQനെയാണോ പോയി എടുക്കുക? ഇല്ലില്ല, ഞാൻ എടുക്കില്ല. പക്ഷെ അവസാനം PH നമ്മളുടെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, നീ എടുക്കുന്നു, നിന്നോട് എടുക്കുമോ എന്ന് ചോദിച്ചാലേ നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നീ എടുക്കുന്നു എന്ന് പറഞ്ഞു. ശരി. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു ശനിയാഴ്ചയോ മറ്റാണ് സംഭവം. ഇൻ്റർവ്യൂ വൈകിട്ട് ഞാനിത് എന്നോട് പറയുന്ന വെള്ളിയാഴ്ച രാവിലെയാണ്. എടാ അപ്പം വിറയ്ക്കാൻ തുടങ്ങിയതാ ഞാൻ. വിറച്ച് DQന്റെ മുമ്പിലൊക്കെ ഞാൻ പോയി നിന്ന് എന്ത് ചോദിക്കാനാ. പിന്നെ അങ്ങോട്ട് DQനെ പറ്റി റീസെർച്ചാണ്, ഫുള്ള് റീസെർച്ച്. അന്ന് ആ ഫ്രൈഡേ രാവിലെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വൈകിട്ട് ഇൻ്റർവ്യൂ 10:45 കുറിപ്പിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഇത് തന്നെ പണി. എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോവോ, എനിക്ക് കറക്റ്റ് ഇതിനോട് എന്ത് ചോദിക്കണം എന്നറിയില്ല. അല്ല, ഇത് തന്നെ പ്രശ്നം. അതായത് എനിക്ക് എല്ലാത്തിനും ടെൻഷൻ ആദ്യത്തെ ഒരു 10 മിനിറ്റുള്ളൂ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് എനിക്ക് ഇതിൻ്റെ ഒരു ബോധമുള്ളൂ. അതെനിക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. കാരണം എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഞാൻ കമൻസ് ഒന്നും നോക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പൊന്നു ചീത്താന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ കഥകളിയോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം എൻ്റെ ഫേസിൽ ഒരുപാട് എക്സ്പ്രഷൻസ് വരും. അപ്പം ഇത് കണ്ടിട്ട് ആൾക്കാർ കളിയാക്കും. ഈ കാണുപോലൊന്നുമില്ല. അപ്പം ഇഞ്ച് മനസ്സാണ്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പിന്നെ ഞാൻ എത്ര നല്ല കമന്റ് ഉണ്ടെങ്കിലും ആ ചീത്ത കമന്റ് ആലോചിച്ച് എന്നാലും അവൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ എൻ്റെ ഉറക്കം പോകും. അപ്പം അതുകൊണ്ട് കമന്റ് സംസാരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കാറേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഈ സാധനം ചെന്നിരുന്നു. പിന്നെ ഹീ വാസ് വെരി കംഫർട്ടബിൾ.
കാര്യം രാത്രി 10:45 അന്നത്തെ ദിവസം പുള്ളി ഇന്റർവ്യൂസ് തുടങ്ങിയിട്ട് എൻ്റെ എന്തോ 15ാമത്തെ ഇന്റർവ്യൂ ആ. പക്ഷെ ഹീ വാസ് ലൈക്ക് വെരി ഫ്രണ്ട്ലി. ആടോ പറ. അത് രസം എന്താ വെച്ചാൽ വീഡിയോ കണ്ടറിയാം. ഞങ്ങളിരിക്കുന്ന മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീഡിയോയിലുള്ളൂ. ഇപ്പത്തെ ഒരു 25 പേരുണ്ട്. അപ്പൊ അതും കൂടെ ഇപ്പൊ ഞാൻ ഭയങ്കര ആദ്യത്തെ ഇൻട്രോ ഒക്കെ പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്നൊക്കെ പോയി. പക്ഷെ അത് മനസ്സിലാവില്ല. എന്തോ എന്റെ ദൈവഭാഗ്യം കൊണ്ട് മനസ്സിലായി. പക്ഷെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഐ വാസ് ഓക്കെ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അതിനകത്ത് എന്റെ ഒരു യൂഷ്വൽ മറ്റേ കുറെ സാധനങ്ങളുണ്ടല്ലോ, ചളു സാധനങ്ങൾ ഇങ്ങനെ ചേട്ടനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ പുള്ളിയോട് ചോദിക്കുന്നത്. ദുൽഖറിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ സിൻസ് ഹീ വാസ് DQ, പുള്ളി ഭയങ്കര രസമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ. അപ്പം ഹീ മെയ്ഡ് മീ വെരി കംഫർട്ടബിൾ. അപ്പൊ അത് അത്യാവശ്യം നല്ലോണം ഓടിയായിരുന്നു. അപ്പൊ അത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യം സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ചെയ്യണ്ടോന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾസ് വരുമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. RJing പണി തന്നെ ഞാൻ ചെയ്യുന്നത് ഇസ് ബിക്കോസ് ദർ ഇസ് നോ ക്യാമറ. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ ഉള്ളൊരു പണി ചെയ്യാൻ പറയുമ്പോൾ ഇല്ലില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, അതായത് എനിക്ക് സമയം കിട്ടുന്നില്ല. ഈ വർക്ക് ലൈഫ് ബാലൻസ് വർക്ക് ആവാണ്ട് വന്നപ്പോൾ ഇസ് തിങ്കിങ് ഓഫ് എ നെക്സ്റ്റ് ഓപ്ഷൻ. അതെന്താ ഇപ്പോൾ RJക്ക് ഇപ്പോൾ അടുത്ത ഓപ്ഷൻ എന്നൊന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രോഗ്രാമിംഗ് ഹെഡായിട്ട് നിൽക്കുക. അതെനിക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് ആലോചിക്കണമല്ലോ, നടക്കണ കേസല്ല. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ കുറെ ഓഫർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കോൾ വരുമ്പോൾ, ഞാൻ പോയ കമ്പനിയിൽ നിന്ന് കോൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണ്ടേ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ഏരിയയാണ്. ഷൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഞാൻ പണിയെടുക്കും. എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷേ ഇഫ് ഐ ഹാവ് ടു ഡു ഇറ്റ് ഐ ഡു ഇറ്റ്. ഞാനത് ചെയ്യും. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു എഫേർട്ട് ഒരു 99.9 ഇടും. ചത്താണെങ്കിൽ ഞാനത് എടുത്തിരിക്കും. അപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ സാധനം ഇപ്പോഴും സ്റ്റിൽ ഒരു സാധനത്തിന്റെ ഇൻട്രോ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അരിവെറുക്കും. ഞാൻ മറ്റേ തോന്നക്കൽ പഞ്ചായത്തിലെ ആ ലൈനാണ്. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഐ ബി വെരി കംഫർട്ടബിൾ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ കാണുമ്പോൾ എല്ലാവരും ഇതൊരു കോൺഫിഡന്റ് ആണ്, എത്ര കോൺഫിഡന്റ് ആയിട്ട് പൊട്ടത്തരം പറയുന്നത്. എന്റെ വീഡിയോസിന് എത്ര മനോഹരമായിട്ടാ കുട്ടി പൊട്ടത്തരം പറയുന്നത്. ജീവിച്ചു പോട്ടെ, ഞങ്ങളിങ്ങനെയൊക്കെ പോട്ടെ. അതാ ഞാൻ പറഞ്ഞത്. മണ്ടത്തരം പറയാനും ഈ പറയുന്ന ഒരു അതെ, നമുക്കറിയാം മണ്ടത്തരം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. റേഡിയോസിലും നിങ്ങൾ ആരെയും കാണുന്നില്ല. പക്ഷെ നമ്മൾ ആസ് എ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ നമ്മളെ ആൾക്കാർ കാണും, ഗസ്റ്റും കാണും, കാണുന്നവരൊക്കെ നമ്മളെ കാണും അല്ലേ. ഇപ്പം ഗദ്ദാഫിയുടെ ഫസ്റ്റ് ആസ് എ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആരായിട്ടായിരുന്നു? സെലിബ്രിറ്റി ഇന്റർവ്യൂവർ എനിക്ക് സംയുക്തമേ നമ്മളെല്ലാരും കൂടെ ചെയ്തതായിരുന്നു എന്റെ ഓർമ്മയിലുള്ളത്. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത് ടൊവീനോ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതിന് വേണ്ടിട്ട് ടൊവീനോ ആയിരുന്നു രണ്ടാമത്തെ ഇന്റർവ്യൂ. അല്ല, ഞാൻ റേഡിയോയിൽ ആക്ച്വലി ചെയ്തിട്ടുണ്ട് കേട്ടോ. റേഡിയോയിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ മിസ് ആകുമ്പോൾ ഇപ്പൊ സൈജു ചേട്ടൻ, എന്റെ ഫസ്റ്റ് സെലിബ്രിറ്റി സൈജു കുറുപ്പാണ്. സൈജു ചേട്ടനാണ്. സൈജു ചേട്ടനിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്കൊരു ഓഫർ വരുന്നത് ഈ പറഞ്ഞതുപോലെ DQന്റെ ഇന്റർവ്യൂ കണ്ടിട്ടാണ്. FM ഈ പറഞ്ഞ പോലെ എന്റെ ഭാഗ്യം കൊണ്ടാണോ എനിക്കറിയില്ല, FM ചെയ്ത ഇന്റർവ്യൂസ് ഒക്കെ അത്യാവശ്യം നോട്ടീസ് ചെയ്തപ്പെട്ട ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അധികകാലം അവിടെ നിൽക്കേണ്ടി വരാതെ പുറത്തേക്ക് ഓഫർ വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണ് FM ഒരു എന്താ പറയുക പവർ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ വേറെ ചാനൽസിലൊക്കെ പോകുന്ന സമയത്ത് FM നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതൊരു നമ്മളുടെ സെലിബ്രിറ്റീസൊക്കെ നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഒരു RJക്ക് തരുന്ന ഇൻ്റർവ്യൂവും ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലിന് വന്ന് സെലിബ്രിറ്റീസ് വന്ന് ഇൻ്റർവ്യൂ തരുമ്പോൾ ഉള്ള ഇൻ്റർവ്യൂവും ഭയങ്കര വ്യത്യാസമാണ്. അതെന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അത് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അതും ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് നിനക്ക് അറിയായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ ഒരു ദിവസം ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവിന് ഒരു ദിവസം അവർ 10-12 ഇന്റർവ്യൂസിലൊക്കെയാണ് ഇരിക്കുക, പ്രൊമോഷൻ ഇന്റർവ്യൂസ്. റേഡിയോയുടെ കേസിൽ അങ്ങനെയല്ല. മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ള 4 റേഡിയോ സ്റ്റേഷനിൽ ആ 4 ഇന്റർവ്യൂസ് ഉണ്ടാവുള്ളൂ. മിക്കവാറും അത് അവരങ്ങോട്ട് പോയി എടുക്കുന്ന ഇന്റർവ്യൂ ആണ്. അപ്പം നമ്മുടെ സ്പേസിലേക്ക് നമ്മുടെ ഒരു ഗസ്റ്റ് വന്നിട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതും നമ്മൾ അവരുടെ സ്പേസിലേക്ക് പോയി സംസാരിക്കുന്നത് രണ്ടാണ്. പിന്നെ ഇപ്പോൾ ഈ റേഡിയോ ഇൻ്റർവ്യൂയുടെ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഇവർ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ റേഡിയോസിലുള്ള ഹോസ്റ്റുകൾ അവരുടെ ആ ഇൻ്റർവ്യൂവിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. കാരണം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് ശീലിച്ചുകൊണ്ട് RJs എടുക്കുന്ന ഇൻ്റർവ്യൂവിന് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ മിക്കവാറും പോയിട്ടുള്ളവരായിരിക്കും. ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് അല്ലാണ്ട് പുറത്ത് ഓൺലൈൻ മീഡിയാസിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഗസ്റ്റിനെ നമ്മൾ അപ്പോഴായിരിക്കും അറിയാം ഇങ്ങനെ ഒരാൾ ഗസ്റ്റായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസും അതുപോലെ മോശമാവും. പക്ഷേ റേഡിയോയിൽ അങ്ങനെയല്ല. റേഡിയോയിൽ ഇഫ് എ ഗസ്റ്റ് ഇസ് കമ്മിങ്, ആ ഗസ്റ്റിനെ കുറിച്ച് ഇന്ത്യൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ റീസേർച്ച് ചെയ്യാത്ത ഒരാൾ പോയി അവിടെ ഇരുന്ന് എടുക്കൂല. അല്ലെങ്കിൽ നമ്മൾ
ഓഫ് മൈക്ക് അവരുടെ അടുത്ത് പറയും, അതെ എന്നോട് ഇപ്പോഴാട്ടോ പറഞ്ഞത്, അപ്പം അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക, നമുക്കൊരു ഡിസ്കഷന് സമയമുണ്ട്. പക്ഷേ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിൽ വളരെ ലിമിറ്റഡ് ടൈമിൽ ഇത് ഞാൻ ആക്ച്വലി റേഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് അവിടെ നിന്ന് പറയായിരുന്നു, മഞ്ജു സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് നീ ഇവിടെ നിന്ന് RJ ആയിട്ട് പോകുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, യു വോണ്ട് ഗെറ്റ് ദാറ്റ്, ട്രസ്റ്റ് മീ, സോ ദിസ് ഇസ് എ റോങ് ഡിസിഷൻ എന്ന്. അപ്പം പക്ഷേ എൻ്റെ പ്രയോറിറ്റി വാസ് സംതിങ് എൽസ് ആൻഡ് ഐ ന്യൂ ദാറ്റ്. എനിക്കിപ്പം നമ്മളൊരു RJ ആയിട്ട് ചെന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഇതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുന്ന ഐ ന്യൂ ദാറ്റ്. കാരണം ഇപ്പം നീ എൻ്റെ വീട്ടിൽ വരുന്നത് ഞാൻ നിൻ്റെ വീട്ടിൽ വരുമ്പോഴും രണ്ടാണ് അല്ലേ. യു ആർ മോർ കംഫർട്ടബിൾ, അതർ സൈഡിൽ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അവരുടെ സ്പേസിലേക്ക് പോകുമ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത്രയും ഇൻ്റർവ്യൂസിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ അത്ര വിലയുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, റേഡിയോയിൽ ആകെ കേരളത്തിലുള്ള 4 റേഡിയോ സ്റ്റേഷനിൽ ഒന്നാണ് ഇത്. ഇത്രയും റീച്ചുള്ളൊരു സാധനമാണ്. ഇത് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾ. അപ്പോൾ ആ മീഡിയം അത്രയും ലിമിറ്റഡ് ആണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് കൊണ്ടുപോകും. അത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഔട്ടൊക്കെ വിടുന്നത് നമ്മൾ റേഡിയോയിൽ ഇൻ്റർവ്യൂസ് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അത് അങ്ങനെ മിക്സ് ചെയ്ത് ഒരുപാട് പേരുടെ വർക്കാണത്. അപ്പോൾ ഈ സാധനം അവർക്കറിയാം, അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാണ്. അപ്പം നമുക്ക് ആസ് എ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ഹോസ്റ്റ് നമ്മൾ റേഡിയോയിൽ ഇരുന്നാൽ കിട്ടുന്ന സാധനമാണ് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഇവിടെ ഫ്രീഡം ഉണ്ട്, ഫ്രീഡം എന്ന് പറയുന്ന പോലെ വേറെ പണിയെടുക്കണ്ടല്ലോ നമ്മൾ. അതായത് ഇതിനുള്ള പണിയെടുത്താൽ മതി, അത്രയും നേരം പണിയെടുത്താൽ മതി. ഏറ്റവും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ FM ഇറങ്ങിയതിന് ശേഷം നമുക്ക് പൈസയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ FM സമയത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ RJസിന് കൊടുക്കുന്ന പേ ഭയങ്കര കുറവാണ്. ഐ മീൻ തുടക്കക്കാർക്ക്. FM ഇവിടുത്തെ ഏറ്റവും നമ്പർ 1 FM പോലും ഒരു RJക്ക് പേ ചെയ്യുന്ന ആദ്യത്തെ ശമ്പളം വളരെ കുറവായിരിക്കും. വെരി അണ്ടർ റേറ്റഡ് സാലറി ആയിരിക്കും. അപ്പോൾ ഞാനും ഇയാളും ഒക്കെ ഒന്ന് പച്ച പിടിക്കുന്നത് ഫിനാൻഷ്യലി നമ്മൾ FM ഇറങ്ങിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ FM അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്ഡ് വേണം നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഇയാളൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാലറി കിട്ടി തുടങ്ങിയതൊക്കെ ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടായിരുന്നു FM-ന്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് രണ്ടിന്റെ പ്ലസും മൈനസും ഉണ്ട്. ഞങ്ങൾ എപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ചോദിക്കാറുള്ളൂ, നമ്മൾ ആ സാലറിയിലാണ് എങ്ങനെയാ കഴിഞ്ഞിരുന്നത് FM സമയത്ത്. ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടാണ്. അതെ. പക്ഷെ നിങ്ങളിപ്പോ RJ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? അതാണ് ആ ഇന്ററാക്ഷൻ ഉണ്ട്, കോള്. എനിക്ക് അതാണ് ഞാൻ ഇടയ്ക്ക് മഞ്ജുനോട് പറയുന്ന കാര്യം. നമുക്ക് വേണമെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം വീക്കെൻഡ്സിൽ ഒറ്റ ദിവസം പോയിട്ട് വേണമെങ്കിൽ ഷോ ഒക്കെ ചെയ്തു തരാം. കാരണം നമുക്ക് ആ സ്നേഹം ഉണ്ടല്ലോ, വാംത്ത് ഉണ്ടല്ലോ. ചില ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്തേ നമ്മൾ ഭയങ്കര കണക്ട് ആയിട്ട് ആൾക്കാരോട് സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, വാവ് എന്നുള്ളത്. അത് പലപ്പോഴും ഇന്റർവ്യൂസ് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടാറില്ല. നമുക്ക് ആ ഇന്ററാക്ഷനിൽ നിന്ന് ആളുകളുടെ ആ പച്ചയായ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്നത് അത് ഭയങ്കര രസം. നമുക്ക് ഞാൻ ഒരു സമയത്ത് ചെയ്തിരുന്ന നൈറ്റ് ഷോസാണ്. ആ നൈറ്റ് ഷോസിൽ ചില ഭയങ്കര വാവ് ഷോസ് ചെയ്യുന്ന ചില ദിവസങ്ങളുണ്ടാവും. ആ ഷോസ് കഴിഞ്ഞിട്ട് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ വർത്താനം പറയുന്നത്, എന്ത് രസമായിട്ടൊന്ന് ഷോ ഉണ്ട്. വേറെ ദിവസമുണ്ട് ഉള്ളില്ലാത്ത ഷോസ് ചെയ്ത് പൊട്ട ഷോസ് പണിക്ക് വന്നത് എനിക്ക് വെച്ചിട്ട് പൊക്കൂടെ എന്നുള്ളത് ചെയ്യാറുണ്ട്. ആ ഇന്നർ വോയിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ, കാരണം നമ്മളെ ഓഫ് കോഴ്സ് ജഡ്ജ് ചെയ്യാൻ 100 ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളാ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതെ. പക്ഷെ നമുക്ക് തന്നെ ഒരു ഇന്നർ സംഭവം വരണല്ലോ. നമ്മളൊരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രൊമോഷൻ ഇന്റർവ്യൂസിന്റെ കാര്യം പലർക്കും അറിയത്തില്ല. ഇപ്പൊ കമന്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ തന്നെ സംസാരിച്ചില്ലേ, കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറയണേ, ഈ സെലിബ്രിറ്റീസ് എന്താ സെയിം ഷർട്ട് തന്നെ ഇടുന്നത്, ഇവർക്ക് ഷർട്ട് മാറ്റിക്കൂടെ, എല്ലാ ഇന്റർവ്യൂവിലും ഇത് തന്നെയാണല്ലോ ഇടുന്നത്. അതുപോലെ നിങ്ങൾ ഇത്രയും 4 പേര് വന്നാൽ ഒരാളെ മാത്രം എന്താ മൈൻഡ് ഇല്ലാത്ത, ഒരാളെ മാത്രം എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്, അവരെന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്, അങ്ങനെ ഒരു 100 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. നമ്മളെല്ലാവരും ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യുന്നത് കൂടുതലും പ്രൊമോഷൻസ് ആണ്, ഫിലിം പ്രൊമോഷൻസ് ആണ്. ഇപ്പോഴും പലർക്കും അറിയില്ല. ഇവരുടെയൊക്കെ വിചാരം ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ദിവസം ഒരാളെടുക്കുന്നതാ. എനിക്ക് തന്നെ നമ്മള് ഇന്നലത്തെ കാര്യം പറയണ്ടല്ലോ, നമ്മള് 10-15 ഇന്റർവ്യൂസിൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുക. എനിക്ക് പക്ഷേ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം അപ്പോഴാണ് നമ്മൾ ആങ്കേഴ്സിനെ കാണുന്നത്. എനിക്ക് ഒരുമാതിരി എക്സാമിനേഷൻ കഴിഞ്ഞ പോലെ ഒരു എക്സാം വൈബ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരെ തിരിച്ച പ്രൊമോഷൻ ഇന്റർവ്യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ല? ഇതാണ് ആളുകൾക്ക് ഇപ്പൊ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാറായത്. ഇപ്പം ഞാൻ 2 മാസം മുന്നേ മഴവിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ മഴവിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് തലേ ദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ലിസ്റ്റ് ഇടുക ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ആ ലിസ്റ്റിൽ കാണുന്ന ആൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം ഇല്ലാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില രാത്രികളിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയ ആൾക്കേ ആയിരിക്കില്ല നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ, അതായത് മഴവിലിന് വേണ്ടിയിട്ട് എടുത്തൊരു ഇന്റർവ്യൂലേ
എന്നോട് പറയാത്ത ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറും കൂടെ വന്നിരിപ്പുണ്ട്. ആളുടെ പേര് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. വലിയ സിനിമാറ്റോഗ്രാഫറാണ്. നമ്മളൊക്കെ സിനിമ കാണുന്നുണ്ട്, നമ്മളൊക്കെ സിനിമാ പ്രേമികളാണ്. പക്ഷെ എല്ലാവർക്കും അറിയണം, ഒരു നിർബന്ധവും. അപ്പൊ ഇയാൾ വന്നിരിക്കുന്നുണ്ട് എന്നോട്. അതായത് ആ സമയത്താണ് ഇയാൾ വന്നിരിക്കുന്നത്. പിയാറോ പറയുന്നത് ഇയാളെയും കൂടെ ഇന്റർവ്യൂ എടുക്കണം എന്ന്. അപ്പോൾ അയാൾ വന്നിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചിരുന്നുള്ളത്. എനിക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വലിയ തട്ടിലും മുട്ടിലും ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോയി എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ബിഗ്നർക്ക് ചിലപ്പോൾ അത് അങ്ങനെ ചോദിക്കാൻ പറ്റിയ ധൈര്യം ഉണ്ടാവണം എന്നില്ല. അത് മാത്രല്ല, ഈ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ അവൻ പറഞ്ഞ പോലെ ആ സിനിമാറ്റോഗ്രാഫർ പുള്ളി ഭയങ്കര ഫേമസ് മനുഷ്യനായിരിക്കും. പക്ഷെ യു വുഡന്റ് നോ അല്ലേ, നമ്മൾ കാരണം ഇവരൊക്കെ ബിഹൈൻഡ് ദ ക്യാമറ ഉള്ളു. ഇവരുടെ വർക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ നമുക്കറിയായിരിക്കും. പിന്നെ എല്ലാവരും സിനിമയെ ഇപ്പൊ ഭയങ്കര സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകളല്ലാണ്ട് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ അത് ഇന്ന ആളാണ് ചെയ്തത് എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ കുറേ കൂടെ ഇപ്പോൾ ലിറിസിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ക്യാമറാമാനെ കുറിച്ച്, എഡിറ്ററിനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. നേരത്തെ അങ്ങനെയൊന്നും സംസാരിക്കലില്ല. അപ്പം നേരത്തെ ഇങ്ങനത്തെ വർക്ക് ചെയ്ത ആളുകളെ ഇപ്പോഴാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇവരാണല്ലോ ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഭയങ്കര ഗിൽറ്റ് ഉണ്ട്. അതായത് ഇത്രയും വലിയൊരു ഇത് പിന്നെ ഇവരെ കുറിച്ച് നോക്കുമ്പോൾ ഇവർ വലിയ വർക്ക്സ് ചെയ്തിട്ടുള്ള മനുഷ്യർ. അപ്പൊ അവരോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയാണ് നമുക്ക്. നമ്മൾ അവരെ ഒരുമാതിരി കളിയാക്കി വിട്ട പോലത്തെ ഒരു ഫീൽ തോന്നും. അത് നമ്മുടെ തെറ്റാണോ? അല്ല. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂസിലൊക്കെ ഇപ്പൊ ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂസ് വരുമല്ലോ. ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ സാധാരണ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പെണ്ണെന്താ നടുക്കിരിക്കണവരോട് മാത്രം ചോദിക്കുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ എന്താ കണ്ണി പിടിക്കുന്നില്ലേന്ന്. ഇതിന്റെ ഫാക്ട് ഇപ്പൊ ഗ്രൂപ്പ്, ഞാൻ എക്സാമ്പിൾ പറയാം. ഞങ്ങളൊരു ഓൺലൈൻ ഇന്റർവ്യൂ, അത് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. ഞാനും ഗദ്ദാഫിയും പിന്നെ വേറൊരു ആങ്കറും കൂടി ചെയ്തൊരു ഇന്റർവ്യൂ. അന്ന് ആക്ച്വലി 10 പേരുടെ ഗസ്റ്റ് ലിസ്റ്റ് നമുക്ക് തരുന്നു. നമ്മൾ ഈ 10 പേർക്ക് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. വന്നപ്പോ 3 പേരാണ് ആ പറഞ്ഞ ലിസ്റ്റിലുണ്ടായിരുന്നത്. ബാക്കി 7 പേര് വേറെ ആൾക്കാര്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് ഒന്നുമില്ല. അത് നമ്മൾ അറിയുന്ന, നമ്മൾ ഈ 3 പേര് ഇങ്ങനെ ഇരുന്നിട്ട് ഈ 10 പേര് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെയും നോക്കുമ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാനൊന്നുമില്ല. അതിൽ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു സിനിമ ചെയ്ത ആളായിരിക്കാം. അയാളോട് നമ്മൾ എന്താ ചോദിക്കുക, ഈ സിനിമയെ പറ്റിയല്ലാണ്ട് എന്താ ചോദിക്കുക. പിന്നെ 10 പേരല്ലേടാ ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഇപ്പൊ നിനക്കറിയായിരിക്കും നമ്മളോട് പറയുന്നത് 20 മിനിറ്റ് കേട്ടോ, 30 മിനിറ്റ് കേട്ടോ എന്ന് പറയും. ഈ 30 മിനിറ്റിൽ അവർ സിനിമയെ പറ്റി, ഞാൻ പലപ്പോഴും ഇവരോട് PRSനോടൊക്കെ നമ്മൾ പറയാം, അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കും, നിങ്ങൾ സിനിമയെ പറ്റി പറ, നിങ്ങൾ പൊക്കൊന്നിട്ട് അതേ നടക്കുള്ളൂ ഇവിടെ എന്ന് പറയും. അങ്ങനെ കളിയാക്കി. കാരണം ഒരു 4 പേരിരുന്ന അവരൊന്ന് വൃത്തിയായി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ 20 മിനിറ്റ് തീരും. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കാനാ? പിന്നെ സിനിമയെ പറ്റി പറയാൻ വന്നാ സിനിമയെ പറ്റി ഇപ്പൊ ചോദിച്ചുകൂടെ ഇവർക്ക്? അല്ലാണ്ട് ഈ കുടുംബത്തിലെ കാര്യം ചോദിക്കുന്നതെന്ന് ചോദിക്കും. അത് ഇന്റർവ്യൂസ് എടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സിനിമയെ പറ്റി ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എന്തോരം പറയാൻ പറ്റും? 20-30 മിനിറ്റുള്ള ഇന്റർവ്യൂവിൽ എത്ര നേരം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളോട് സിനിമയെ പറ്റി തന്നെ ചോദിക്കാം. അതിന് മാത്രം പറയാനും ഉണ്ടാവില്ലല്ലോ. ഇത് സ്ഥിരം കേൾക്കുന്ന സാധനം. ചില ആൾക്കാർ, ചില ആക്ടേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് പറയും, അതായത് അധികം സിനിമയെ പറ്റി ചോദിക്കരുത്. പക്ഷെ അത് പ്രേക്ഷകർക്ക് അറിയില്ല. അവര് നോക്കുമ്പോ എന്താ പറയുന്നത്, നിങ്ങളൊക്കെ എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്? നിങ്ങൾ ഈ എല്ലാവരുടെയും കമന്റ് കണ്ടാൽ തോന്നും അവരെന്തോ സിനിമയെ പറ്റി അറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. ആർക്കും അവരുടെ ഇറങ്ങാൻ പോകുന്ന ആർക്കും അറിയാത്ത സിനിമയെ പറ്റി അറിയണ്ട. പക്ഷെ ജഡ്ജ് ചെയ്യും അവര്, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് മുമ്പ് അവർ ലിസ്റ്റ് തരുമായിരിക്കും, ഒരു 11-12 പേര് ലിസ്റ്റ് തരും. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു 4 പേരെ അവർ വിടുന്നത്. അപ്പോഴല്ലേ നമ്മൾ അറിയുന്നേ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ പറ്റുന്ന കാര്യം ആദ്യം കുറച്ച് സമയം നമ്മൾ സിനിമയെ പറ്റി പറയും. പിന്നെ നമുക്കും ഒരു എന്താ പറയാ, നമ്മളുടെ ചാനലിൽ നിന്നും അവർ പറയും നിങ്ങൾ ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അവരെ പറ്റി ചോദിക്കണം എന്നൊക്കെ പറയും. പക്ഷെ വരുമ്പോ ലാസ്റ്റ് നമ്മളുടെ നമുക്കായിരിക്കും പൊങ്കാല. പിന്നെ ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രൊമോഷൻ ഇന്റർവ്യൂസും നടക്കുന്നത് പ്രീ റിലീസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇപ്പൊ സിനിമ റിലീസ് ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആ ആസ്പെക്ട്സും ആ സീനിനെ പറ്റിയും ഈ കഥാപാത്രത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇറങ്ങാൻ പോകുന്ന സിനിമയെ നമ്മൾ എങ്ങനെ ഊഹിച്ച് അതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ റെഫറൻസ് ആയിട്ട്. ട്രെയിലറൊക്കെ ചിലപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അൺഎഡിറ്റഡ് ആയിട്ടുള്ള, അതായത് ഫുൾ ആവാത്ത ട്രെയിലേഴ്സ് എത്ര എണ്ണം കണ്ടിട്ടുണ്ട് ഇല്ലേ? അതിന്റെ ടീം നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു, കണ്ടോട്ടോ, സോ ദാറ്റ് യു ഗെറ്റ് ഐഡിയ എന്ന് പറഞ്ഞിട്ട്. കാരണം പക്ഷെ ഇതൊന്നും ഇവർക്ക് ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവർക്കും അറിയില്ലല്ലോ ഇതിന്റെ പുറകിൽ. അവർ നോക്കുമ്പോ എന്താ ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ട് ഇവൾ ഇതൊക്കെയാണോ ചോദിക്കുന്നത്. പക്ഷെ മേ ബി ആ ആളുണ്ടാവില്ല എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞായിരിക്കും. ഇപ്പൊ ഇത് സ്ഥിരം സംഭവിക്കുന്ന, നമുക്ക് തന്ന ഗസ്റ്റ് ലിസ്റ്റിൽ ഇപ്പൊ ഭയങ്കര വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഇപ്പൊ വിജയരാഘവൻ കുട്ടേട്ടൻ, അതുപോലെ അശോകൻ ചേട്ടൻ, ഹരിശ്രേഷവൻ ചേട്ടൻ, ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ്, കാരണം ഇവർക്ക് കുറെ കഥകൾ പറയാനുണ്ടല്ലോ. നമ്മുടെ ചൈൽഡ്ഹുഡ് ത്രൂ നമ്മൾ ജീവിച്ചത് ഇവരിലൂടെയാണല്ലോ. അപ്പൊ ഇവരോട് കുറെ ചോദിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പാതിരാത്രിയൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ്. എൻ്റെ ഇപ്പോഴും ബുക്കുകളുണ്ട് ഇങ്ങനെ ഈ ഇപ്പുറത്തും ഒക്കെ ഒരാളെ പറ്റി തന്നെ എഴുതി വെച്ചിട്ടുള്ളത്.
ഇതൊക്കെ എഴുതി വെച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്കും എപ്പോഴാ വരിക അവര് ഹരിശേഷൻ ചേട്ടൻ ഇല്ല കേട്ടോ ഞാനിങ്ങനെ സൂപ്പർ. പൊളിച്ച് ബാക്കി ആരൊക്കെ ഉണ്ട് അപ്പൊ ആരെയൊക്കെയോ പേര് പറയും. അതെല്ലാം ബിഗിനേഴ്സ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ആക്ടേഴ്സ് ആണ്, പക്ഷെ ഇവരോട് അവരുടെ സിനിമയെ കുറിച്ചല്ലാണ്ട് വേറെ എന്ത് ചോദിക്കും, നമുക്കൊന്നും ചോദിക്കാണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരോടും നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മളും സങ്കടത്തിലാണത് ചെയ്യുന്നത്. പക്ഷെ വി ഹാവ് നോ അതർ വേ, അതർ ചോയ്സ്, അത്രേ ഉള്ളൂ. അതേപോലെ കുറെ പേര് ചോദിക്കാൻ ഇതെന്താ ഉറക്കം തൂങ്ങിയിരിക്കുന്നേ, നമ്മള് രാവിലെ വന്നിട്ട് ചിലപ്പോ നമ്മളുടെ ഷൂട്ട് വരുന്ന രാത്രി ആയിരിക്കും. കാണുന്നവര് നമ്മളുടെ മാത്രമായിരിക്കും കാണുന്നത്. ഇത് എന്ത് ഇത്ര ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ചുകൂടി ഗ്രൂം ചെയ്ത് വന്നുകൂടെ, നമ്മള് രാവിലെ തൊട്ട് അവിടെ ഗ്രൂം ചെയ്തിരിക്കും. ചില സമയത്തൊക്കെ നമ്മള് രാവിലെ 10 മണി 11 മണിക്കൊക്കെ പറഞ്ഞാൽ നമ്മള് രാത്രി 10:30 എടുത്ത ഇൻസിഡൻസ് എന്നിട്ട് ഉണ്ടായിട്ടില്ല. 10:30 വരെ ഇരുന്നിട്ട് ചില ഗസ്റ്റ് പോകുന്നവരെ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാവുന്നതുണ്ട്. അതാ പറഞ്ഞത്, നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോൾ അങ്ങനെയാണ് ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ബിഹൈൻഡ് ദ ക്യാമറ ആർക്കും അറിയത്തില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂസ് കണ്ടിട്ട് ഇതിലേക്ക് വരുന്ന ആളാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഇതുപോലെ തന്നെ RJസിനെ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ത് രസമായിരിക്കും. കുറേ സെലിബ്രിറ്റീസ് ഇങ്ങനെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, കുറേ ഫാൻസ് ഉണ്ടാവും. ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ഒരുപാട് പ്രഷറും സ്ട്രെസ്സും ഇതെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിൽ ഇന്നായ പിന്നെ ഭയങ്കര ത്രില്ലാന്ന് പറയുന്ന പോലെ നമ്മൾ എയറിലായി. ഇപ്പോൾ RJയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഫേസ് കാണുന്നില്ല, പക്ഷെ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് എയറിലായി കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് എയറിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ എന്തിനാ എയർലൈൻ? അത് പറയണോ ഞാൻ? വെറുതെ ചുമ്മാ അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ബിൽറ്റ ഇബ്രാഹിം യൂട്യൂബ് നോക്കി ആദ്യം വരുന്നത് എയർലൈൻ വീഡിയോ. അങ്ങനെ തന്നെയാണോ ഞാനും? അതെന്താ ആദ്യം എയർലൈൻ പാർവതീനെ പ്രപ്പോസ് ചെയ്ത അതില്ലേ, അതായത് ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. പ്രാങ്കിലാണ് ഞാനും എയർലൈൻ. ആ ചാനലിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു പ്രാങ്ക് ചെയ്യുക. അതായത് അപ്പൊ ആ ചാനലിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു പ്രാങ്ക്. അതായത് ഇവിടെ ഒരു പ്രാങ്ക് കോൾ ചെയ്യുക എന്നുള്ളത്, ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടേ. അപ്പൊ അന്നത്തെ മറ്റേ കുട്ടിയാ ഇവാന മറ്റേ ഗസ്റ്റ് ഇവാനയാണ്. അപ്പൊ ഇവാന ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു കുട്ടിയാ. അല്ലടൂ, തമിഴിൽ മറ്റേ തമിഴ് മൂവിയിലെ കുട്ടി, മലയാളിയാണ്. ആ കുട്ടി അപ്പൊ പറഞ്ഞു അതൊരു ഇതായിരുന്നു, ഡയറായിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഗദ്ദാഫി വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യണം എന്നായിരുന്നു ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് പ്രാങ്ക് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആരെ പ്രാങ്ക് ചെയ്യുക, എന്താ പ്രാങ്ക് ചെയ്യേണ്ട, ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മതി. ഗദ്ദാഫിയുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ 2 ഓപ്ഷൻ വെച്ചു. എനിക്ക് മഞ്ജു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മഞ്ജുവിനെ വിളിച്ചാൽ ശരിയാവില്ല, മഞ്ജു വിശ്വസിക്കില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാലും. പിന്നെ എന്റെ കോളൊക്കെ ലൗഡ് സ്പീക്കറിലുണ്ട്, ചെറിയ പേടിട്ടോ ഞാൻ കേട്ടിരുന്നു. പിന്നെ അപ്പൊ അവര് തന്ന സജഷന് പാർവതിനെ വിളിച്ചാൽ മതി. അങ്ങനെ പാർവതിനെ ഞാൻ പ്രാങ്ക് ചെയ്യുന്ന ഒരു ഇത് ഭയങ്കര സാധനം വരുന്നത്. അപ്പൊ നമ്മൾ അവര് പറഞ്ഞ അനുസരിച്ച് എടാ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാനിങ്ങനെ പാർവതിയോട് ചുമ്മാ പറയാണ്. അപ്പൊ ഇത് വൻ പ്രശ്നമായി അവിടെ. അപ്പൊ എനിക്ക് ശരിക്കും പാർവതിയോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആ അവസരം മുതലാക്കി അവളെ പ്രപ്പോസ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ എനിക്കൊരു എന്താണെന്നറിയോ, നമ്മളിപ്പോ ചില ചാനൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് നമ്മളെ ഐഡിയോളജീസ് ആയിട്ട് തീരെ പറ്റാത്ത ആളുകളെ വരെ നമ്മൾ ഇന്റർവ്യൂ എടുക്കേണ്ടി വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരാളെ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആളെ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് അയാളുടെ കാഴ്ചപ്പാടുകളുമായിട്ടും രാഷ്ട്രീയമായിട്ടും ചിലപ്പോൾ യോജിക്കാൻ പറ്റണമെന്ന ഉള്ള ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മൾ ആ ചാനലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാനുള്ള വോയിസ് ഇല്ല. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എനിക്ക് ആ വോയിസ് ഉണ്ട്. ഇപ്പം എനിക്കത് പറയാം, എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പം ഇങ്ങനെ വന്ന പല ഗസ്റ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടെ ഐഡിയോളജീസ് ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, എനിക്ക് ഗസ്റ്റ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ഇപ്പം എനിക്ക് പറയാം. പക്ഷെ ആ സമയത്ത് എനിക്ക് പറ്റത്തില്ല. അത് നമ്മളോട് ഇഷ്ടമല്ലാത്ത എത്രയോ ഗസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇയാളും എടുത്തിട്ടുണ്ടായിരിക്കും. അവർ പറയുന്ന ചില ഈ പറയുന്ന പോലത്തെ ചില സെഗ്മെന്റുകളൊക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്.